السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, 19ാമത് പ്രൊഫ്കോണിൻ്റെ അന്തിമ നിമിഷങ്ങളിലേക്ക് നീങ്ങുന്ന ഈ നേരത്ത് ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, 3 ദിവസത്തെ വൈജ്ഞാനിക ചർച്ചകൾ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്നതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. അള്ളാഹു നമ്മിൽ നിന്നും അത് സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ സംസാരം തുടങ്ങുന്നതിന് ഒരു തടസ്സം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ തടസ്സം പരിഹരിച്ചുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും ഗുണപ്രദം എന്നെനിക്ക് തോന്നുകയാണ്. ഒന്ന്, ഈ സദസ്സിൽ അനിവാര്യമായും ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്ന ചില സുഹൃത്തുക്കളെങ്കിലും പുറത്തുണ്ട്. അവർ ക്രമേണ ഈ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യപൂർവം സ്ഥലങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന ചില ചെയറുകൾ, അത് തൊട്ടടുത്തിരിക്കുന്ന ആളാണ് ഫില്ല് ചെയ്താൽ മതി. തൊട്ടടുത്തിരിക്കുന്ന ആളങ്ങോട്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ആ സൈഡിൽ അവർക്ക് വന്ന് കയറാൻ സാധിക്കും. 2, എല്ലാവരും ഒന്ന് എണീക്കണം എന്ന് എല്ലാവരുടെയും മുഖം പറയുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അവനാനെ പറ്റി വിശ്വാസമുള്ള ആർക്കും ഇരിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ അറിയാതെ ഉയരുന്ന ചില ശബ്ദങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഏയ് വേണ്ട, അങ്ങനെ ചെയ്യരുത് എന്ന് അറിയാതെ നമ്മൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പറഞ്ഞു പോകാറുണ്ട്. അത് ബോധപൂർവം പ്രിപ്പയർ ചെയ്ത് പറയുന്നതല്ല. ഏയ് എന്ന വിളി അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അതല്ലെങ്കിൽ വേണ്ട, അരുത്, അയാളെ പിടിക്ക്, അല്ലേ? ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ സാധാരണ ഉണ്ടാവാറുണ്ട്. ആ സന്ദർഭങ്ങൾ ഏതാണ് എന്ന് ഒരു 1/2 സെക്കൻഡ് കൊണ്ട് പറയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. മൈക്ക് അത് മൈക്ക് അവിടെ ഉണ്ട്, മൈക്ക് അവിടെ ഉണ്ട്. എപ്പോഴാണെന്നുള്ള അവിടെ ഉള്ള ആരെങ്കിലും തന്നെയാണ് പറഞ്ഞാൽ മതി. ഈ ശബ്ദങ്ങൾ എപ്പോഴാണ് വരിക എന്ന് അറിയാത്ത ആൾക്കാർ അവിടെ ഇരിക്കണം മുഴുവൻ. വളരെ സന്തോഷമായി. ഓക്കെ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അഷ്ഫാഖ്. വന്നത് മിയപ്പതാവ്. അരുതെന്ന് പറയുന്നത് കുട്ടികളെ എന്തെങ്കിലും തീ തൊടുമ്പോ. അപ്പോ നല്ല കുട്ടി അല്ലേ? ഒരു അന്ധനായ മനുഷ്യൻ ഒരു കുഴിയിലേക്ക് ഇങ്ങനെ അയാളെ വെടികുത്തി മെല്ലെ മെല്ലെ അയാൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോകാന്ന് കൂട്ടിക്കോ, നമ്മൾ പറയും ഏയ് എന്ന് നമ്മൾ അറിയാതെ നമ്മൾ പറയും. അറിയാതെ ഇങ്ങനത്തെ ഒരു ശബ്ദം നമ്മുടെ ചുണ്ടിൽ നിന്ന് പലപ്പോഴും ഉയരും. എങ്കിൽ ഇത് അടിസ്ഥാനപരമായി മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്. ഏത് പ്രായക്കാരൻ്റെയും പ്രകൃതിയിൽ ലയിച്ചു ചേർന്നൊരു വികാരമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വികാരം നമുക്കുണ്ടാകേണ്ട കുറെ സന്ദർഭങ്ങൾ ക്യാമ്പസിലുണ്ട്. ഈ വികാരങ്ങൾ നമുക്കുണ്ടാകേണ്ട കുറെ സന്ദർഭങ്ങൾ ക്യാമ്പസിലുണ്ട്. ഒരു അന്ധനായ മനുഷ്യൻ കുഴിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അയാളുടെ അരുത് എന്ന് പറയുന്ന നമ്മൾ, ഒരു കൊച്ചു കുഞ്ഞ് ഒരു കത്തിച്ചു വെച്ച വിളക്കിന്റെ അടുത്തേക്ക് കയറി ചെന്ന്
ആ വിളക്കിലേക്ക് തൊടാനൊരുങ്ങുമ്പോൾ അരുതെന്ന് പറയുന്ന നമ്മൾ, ഒരു വാഹനത്തിന്റെ വീല് തെറിക്കാൻ ആയ അവസ്ഥയിൽ ആ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വാഹനത്തിൽ ഉള്ള ആളുകളെ ഹോൺ മുഴക്കിയും അല്ലാതെയും പിന്നിൽ നിന്ന് അത് അറിയിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ, തൊട്ടുമുന്നിലെ വാഹനത്തിന്റെ ഡോറ് ക്ലോസ് ചെയ്യാതെ, പൂർണ്ണമായും ക്ലോസ് ചെയ്യാതെ അവർ യാത്ര നടത്തുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ പറയേണ്ട കുറെ ഘട്ടാണിത്. എന്താ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ നമ്മളെ സീറ്റിന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. നമസ്കരിക്കാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ക്ലാസ് റൂമിലെ, നമ്മുടെ ഹോസ്റ്റൽ മുറിയിലെ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. മദ്യപാനികളായ സുഹൃത്തുക്കൾ നമ്മുടെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നുണ്ട്. ഒരിക്കലും എന്റെ സുഹൃത്തുക്കള്, ചില സുഹൃത്തുക്കളെങ്കിലും നമ്മളെ തൊട്ടടുത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ട്, മദ്യം ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പം ചില ആളുകൾക്കെങ്കിലും ഒരു ചിരി വരികയാണ്. ഇത് പ്രോഫ്കോണിന്റെ വേദിയാണ്, ഞാൻ ഈ വേദിയെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെങ്കിൽ പോലും അത് അനുഭവിക്കുന്നവൻ അവന്റെ കണ്ണു നിറച്ച് പശ്ചാത്തപിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അത് കുറച്ചും കൂടി ഞങ്ങൾക്കറിയാം. 18-19 കൊല്ലമായി ഒരു ജേണിയിലാണ് നമ്മൾ. പ്രോഫ്കോൺ എന്നൊരു കുടുംബത്തിന്റെ യാത്രയിലാണ്. ഈ പന്തലിന്റെ താഴെ ഇരുന്ന് പ്രതിജ്ഞയെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പലരെയും ഞങ്ങൾക്കറിയാം, വളരെ കൃത്യമായി അറിയാം. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ചില വീഡിയോസ് വരും. സൗകര്യപ്പെടുകയാണെങ്കിൽ, സമയം അനുവദിക്കുകയാണെങ്കിൽ ചില വീഡിയോസ് ഞാൻ തന്നെ കാണിക്കും. അപ്പോ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഒരു ആള് ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടാതെ അയാൾ പോകുമ്പോൾ അയാളുടെ കാര്യത്തിൽ അയാളെ വിലക്കുന്ന നമ്മൾ പലപ്പോഴും ഇത്തരം പല കാര്യങ്ങളിലും എന്ത് നിർവഹിക്കാറുണ്ട് എന്നത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. വിഗ്രഹാരാധകരായ, അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ മനുഷ്യ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന, കുരിശിന്റെ മുന്നിൽ നമിക്കുന്ന, മഖ്ബറകളിൽ പോകുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിലും നമ്മുടെ സദസ്സിലുമൊക്കെ ഉണ്ട്. പക്ഷേ അവരെ തിരുത്തുന്നിടത്ത് നമുക്ക് എന്ത് നിർവഹിക്കാൻ സാധിക്കാറുണ്ട്? എപ്പോഴും മനുഷ്യന്റെ ഒരു വികാരം എന്താണെന്നറിയോ? ഞാൻ അങ്ങനെ നിർവഹിക്കുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, അല്ലേ? എപ്പോഴും അങ്ങനെ ചിന്തിക്കുക. ഞാനത് പറഞ്ഞതുകൊണ്ട്, ഞാനത് ചെയ്തതുകൊണ്ട്, ഞാൻ അവിടെ പോയതുകൊണ്ട്, ഞാൻ അയാളെ സഹായിച്ചത് കൊണ്ട് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ അതിന്റെ 3 ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. എന്ത്? തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ സഹോദരൻ, അയാൾ മദ്യപാനം അവസാനിപ്പിച്ചാൽ അയാൾക്കുള്ള കുറെ ഗുണങ്ങളുണ്ട്. അയാളുടെ ജീവിതത്തിൽ, അയാളുടെ പരലോക ജീവിതത്തിൽ, അയാളുടെ ആത്മീയ ജീവിതത്തിൽ, അയാളുടെ കരിയറിൽ, അയാളുടെ അക്കാഡമിക്സിൽ, അയാളുടെ ഫാമിലി ലൈഫിൽ, അയാളുടെ പാരന്റ്സിന്റെ കാര്യത്തിൽ ഒക്കെയുള്ള ഒരുപാട് ഗുണങ്ങളും ഒരുപാട് നേട്ടങ്ങളും എല്ലാം ഉണ്ട്. നമുക്കുള്ള ഗുണം എന്താണ്? ഒരാളെടുത്ത് നമ്മളെ കയ്യിൽ ഉള്ള ഒരു ലഘുലേഖ കൈമാറുന്നതിലൂടെ, സിഗരറ്റ് വലിക്കുന്ന ഒരാളടുത്ത് സ്നേഹപൂർവ്വം പോയി എടാ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിലൂടെ, അതല്ലെങ്കിൽ നമസ്കാരക്കുപ്പായത്തിൽ നമുക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഒരുപക്ഷെ ഓരോ വക്തിലും നമുക്ക് വേണ്ടി കണ്ണുനിറച്ച് സ്വന്തം കാര്യം പറയാൻ മറന്നാലും NIT-യിലും IIT-യിലും ടെക്നിക്കൽ സ്ഥാപനങ്ങളിലും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഇവിടുത്തെ അല്ലാത്ത സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന, ഹോസ്റ്റലിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിന്ന് പഠിക്കുന്ന സ്വന്തം മക്കളെ അവർക്ക് വേണ്ടി ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ മാതാപിതാക്കൾ അവരുടെയൊക്കെ കാര്യത്തിൽ ഒരുപക്ഷെ ഈ കുട്ടിയെ നമ്മൾ ഉപദേശിക്കുന്നത് കൊണ്ട് കുറെ കാര്യങ്ങൾ അവനുണ്ട്. നമുക്കുള്ള ഗുണം എന്താണ്? നമുക്കുള്ള ഗുണം സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്തമ സമുദായത്തിലെ മെമ്പർഷിപ്പ് നമുക്ക് ലഭിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഒരിക്കലും ഒരു ഔദാര്യമല്ല, ഇത് നമ്മുടെ ബാധ്യതയാണ്. ഏത്? ഇപ്പൊ പ്രോഫ്കോണിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി കുറെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യും? നമ്മളെ ക്യാമ്പസിൽ വരും, നമ്മളെടുത്ത് പലതവണ നിർബന്ധിക്കും, അല്ലെ? 3-4 വട്ടം ഫോൺ ചെയ്യും. അതിന്റെ ശേഷം നമ്മൾ മുങ്ങാനുള്ള സാധ്യതകൾ പരിഗണിച്ച് അവർ നമ്മളെ നിർബന്ധിക്കും. ഇവിടെ വന്നതിന്റെ ശേഷം നമ്മളിവിടെ ഇരിക്കണില്ലെന്ന് നോക്കും. ചിലപ്പോൾ ഗേറ്റിൽ പോകുമ്പോൾ ഗേറ്റിൽ എങ്ങോട്ടാ പോകുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാകും. വേണമെങ്കിൽ നമ്മളെ മനസ്സ് നമ്മളോട് ചോദിക്കും, ഇതെന്താ ജയിലാണോ? ഇതൊരർത്ഥത്തിൽ ജയിലാണ്. അതിന്റെ സംസാരം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇതിനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം. കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് മൈസൂരിലേക്കും പിന്നെ അല്ലാത്ത പ്രദേശങ്ങളിലേക്കൊക്കെ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞവരോ നിങ്ങളെ പ്രായമുള്ളവരോ ഒക്കെ ചെറിയ കുറ്റിത്താടിയും വെച്ച് അവർ ക്യാമ്പസിന്റെ ഡോറിൽ വെയിറ്റ് ചെയ്യാണ്. പ്രോഫ്കോൺ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നടത്താറുള്ളത്. ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു ക്യാമ്പസിന്റെ ഡോറിൽ അവനങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നു. ഏത്? പരശുറാം എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത് ഉറക്കമൊഴിവാക്കി രാവിലെ ഒന്ന് ശരിക്ക് ഫ്രഷ് ആകാൻ പോലും ഇടം കിട്ടാത്ത, അതിന് ഇടമന്വേഷിച്ചു പോയാൽ താൻ വന്ന ദൗത്യം മറക്കുമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, അതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമ്പസിന്റെ വാതിൽക്കൽ അവനിങ്ങനെ നിൽക്കണം.
അതല്ലെങ്കിൽ ഹോസ്റ്റൽ റൂമിലേക്ക് അവൻ കടന്നു വരികയാണ്. എന്താണ് അതിന്റെ പ്രചോദനം എന്നറിയോ? ഈ പറഞ്ഞ പോയിന്റ് എന്റെ സദസ്സിന് മനസ്സിലാവുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. വേൾഡ് കപ്പ് ക്രിക്കറ്റ് ആരംഭിക്കുകയാണ്. വേൾഡ് കപ്പ് ക്രിക്കറ്റ് ആരംഭിക്കുമ്പോൾ 24 മണിക്കൂറും മനസ്സിൽ അതാണ്, 24 hours അതാണ് അല്ലെ? സച്ചിൻ ഇല്ലാത്ത ആദ്യത്തെ ലോകകപ്പ് എന്ന്, വേൾഡ് കപ്പ് എന്ന് ഒരുപക്ഷെ പത്രമാധ്യമങ്ങളിൽ ടൈറ്റിൽ കാണുമ്പോൾ ആ ടൈറ്റിലിന്റെ കൂടെ അറിയാതെ നമ്മൾ യാത്ര നടത്തുന്നു. അതിലൊരു അനുഭൂതി നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഊട്ടിയിലെ മനോഹരമായൊരു ടൂർ കഴിഞ്ഞ് ഊട്ടിയിലെ ചുരമിറങ്ങി നാട്ടിലേക്കെത്തുമ്പോൾ വണ്ടിയുടെ സൈഡ് സീറ്റിലിരുന്ന് ആ സായാഹ്നക്കാറ്റ് മുഖത്തേക്കടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആനന്ദമുണ്ട്. അതിലേറെ വലിയ ആനന്ദം ക്യാമ്പസിലെ ദാവാ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന എന്റെ സുഹൃത്തുക്കൾ അനുഭവിക്കുന്നുണ്ട് എന്നത് വളരെ കൃത്യമായി അറിയുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഒരു പരിചയമല്ലാത്ത, ഒരിക്കലും അറിയാത്ത 3000-ഓ 4000-ഓ കുട്ടികളുള്ള ഒരു ക്യാമ്പസിലേക്ക് കയറി വരുന്നു. അതല്ലെങ്കിൽ ഈ പ്രോഫ്കോണിന്റെ സദസ്സിലെ 3 ദിവസത്തെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും കേട്ട് ഇവിടെയുള്ള കൗണ്ടറിൽ നിന്ന് 5 രൂപക്ക് കിട്ടുന്ന പുസ്തകം 50 എണ്ണം വാങ്ങിയവൻ പോവുകയാണ്. എന്നിട്ട് ലിസ്റ്റ് ഇടാണ്. അൻവർ, നസീം, തോമസ്, ജോൺസൺ, ഫിലിപ്പ്, ഇല്ലേ? ഇങ്ങനെ എന്തിനാ ലിസ്റ്റ് ഇടുന്നത്? അവർക്കത് കൊണ്ടേ കൊടുക്കണം. എന്താണ് അതിന്റെ വികാരം എന്ന് പറയുക? ഇതൊരിക്കലും ഔദാര്യമല്ല ഈ ചെയ്യണതൊന്നും. ഇത് നമ്മൾ പ്രപഞ്ചത്തോട്, പടച്ചവനോട്, നമ്മളോട് ചെയ്യുന്ന ബാധ്യതയാണ്. കാരണം സ്വർഗത്തിൽ പോകണമെങ്കിൽ സുഹൃത്തുക്കളെ ഇത് ആവശ്യമാണ്. ഉത്തമ സമുദായത്തിലെ മെമ്പർഷിപ്പ് നമുക്ക് വേണോ? ഇത് ആവശ്യമാണ്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. എന്താ? നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ജനങ്ങളോട് നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മയിൽ നിന്ന് നിങ്ങൾ വിലക്കുന്നു. പ്രപഞ്ചാതീതനായ പടച്ച തമ്പുരാൻ മാനവരാശിയിൽ നിന്നും ഒരു വിഭാഗത്തെ ഉത്തമരായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഐപോഡിന്റെയും ഐഫോണിന്റെയും ഐപാഡിന്റെയും മാനേജിംഗ് ഡയറക്ടറായി ഈ ലോകം തന്നെ വാങ്ങാനുള്ള ബാങ്ക് കപ്പാസിറ്റി ഉള്ള ആളല്ല. അയാൾ മരിച്ചാൽ അയാൾ ബാക്കി വെക്കുന്ന അയാളുടെ സുഹൃത്തുക്കളെ ചെക്കുബുക്കിലെ ചതുരക്കള്ളിയിൽ ഒരുപക്ഷെ ഈ നാട് മുഴുവൻ വാങ്ങാനുള്ള സംഖ്യ എഴുതാൻ മാത്രം പോന്ന ബാങ്ക് ബാലൻസുകൾ അയാൾ ബാക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷേ പ്രപഞ്ചത്തിന്റെ പടച്ചതമ്പുരാൻ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നു, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമൂഹം. ആ ഉത്തമ സമൂഹത്തിൽ പെടണോ? നമ്മൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും ആയി മാറേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ദൗത്യത്തിൽ നമ്മൾ പങ്കുചേരുന്നത്. രണ്ടാമത്തത് എന്താണ്? അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോക്കൂ നിങ്ങൾ, ഉത്തമ സമുദായത്തിലെ പങ്കാളിത്തത്തിന്റെ കൂടെ തന്നെ നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഇത് ആവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കും, എന്ത്? ഐസിയുവിൽ ഉപ്പ കിടക്കുകയാണ്, അപ്രതീക്ഷിതമായിട്ട് ഹോസ്റ്റലിലേക്ക് ഒരു ഫോൺ വന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കല്ല അല്ലേ? ഈ ഫ്രീക്ക് ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ മുന്നിലുള്ള നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ ഹോസ്റ്റല്, നമ്മളെ ക്ലാസ് റൂം, നമ്മൾ യാത്ര ചെയ്തെത്തുന്ന വഴിദൂരം, അവിടുത്തെ കാഴ്ചകൾ എന്നതിന്റെ അപ്പുറത്തൊന്നും ഉണ്ടാകല്ല. ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്ക്. ഒരു ദിവസം വൈകുന്നേരം ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മള് നിത്യജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ആ തിന്മയിൽ വ്യാപൃതമാകുമ്പോ, അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഫോണിലൊരു മിസ്ഡ് കോള്. ആരാ? വാപ്പന്റെ അനിയന്റെ മോനാണ്. നീ എവിടെയാടാ? ഞാൻ ഹോസ്റ്റലിലുണ്ട്. അടുത്തേത് ട്രെയിനാ കിട്ടുക? എന്താ? ഉപ്പക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ശാരീരികമായിട്ട് ചെറിയൊരു വിഷമമുണ്ട്. വരുമ്പോ ഐസിയുവിന്റെ ഇത്തിരി പോകുന്ന ഹോൾസിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ വെന്റിലേറ്ററിൽ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ പെടാപാടുപെടുന്ന, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള യാത്രാദൂരം പിന്നിടുന്ന പിതാവിനെയാണ് കാണുന്നത്. ഇവിടെ ഒരു യാത്ര അവസാനിക്കുകയാണ്. അന്ന് അണ്ടവാഹിനി കുഴലിലൂടെ യാത്ര നടത്തിയ ഒരു ഇന്ദ്രിയ ബിന്ദു നടത്തിയ യാത്രക്ക് മരണം പുതിയ സിഗ്നൽ കാണിക്കുകയാണ്. ഇനി ശാശ്വതവും അനശ്വരവുമായ ഒരു യാത്രയാണ്. ആ ഇത്തിരി പോന്ന ഹോൾസിന്റെ ഉള്ളിലൂടെ നമ്മൾ നോക്കുമ്പോൾ, ഐസിയുവിന്റെ ഹോൾസിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളിൽ അറിയാതെ ഒരു സ്ക്രീൻ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഉപ്പ എന്നൊരു കൊച്ചു ഡോക്യുമെന്ററി, ഹൃദയം ഡിസൈൻ ചെയ്യുന്ന ഒരു കൊച്ചു ഡോക്യുമെന്ററി. അല്ലെങ്കിൽ 7 വയസ്സായ അനിയനെ അവൻ മരണത്തിന്റെ വക്രത്തിൽ കിടക്കുന്ന കുളത്തിൽ നിന്നും അവനെ കൈത്തണ്ടയിലേക്ക് ഏറ്റെടുത്ത് അവനെയും കൊണ്ട് ആംബുലൻസിൽ, സൈറൺ മുഴങ്ങുന്ന ആംബുലൻസിൽ ഇരുന്ന് യാത്ര നടത്തുമ്പോൾ എന്റെ കൊച്ചനിയൻ എന്നൊരു കൊച്ചു ഡോക്യുമെന്ററി ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടും. അവന് മധുരമിഠായി കൊണ്ടുവന്നു കൊടുത്തതും
അവനുമായി കശപിശ കൂടിയതും തന്റെ കോമ്പസ് പൊട്ടിച്ചപ്പോൾ അവനെ വടികൊണ്ട് തല്ലിയതും എന്നു വേണ്ട. അങ്ങനത്തെ കുറെ രംഗങ്ങൾ. ഞാൻ പറയുന്നു, അവിടെ ഒരു പ്രാർത്ഥന നമ്മൾ നടത്തും. പടച്ചോനെ, എന്റെ കൊച്ചനിയൻ, എന്റെ ഉപ്പ, എന്റെ സിസ്റ്റർ, എന്റെ ഫ്രണ്ട്, അയാൾ എനിക്ക് തിരിച്ചുകൊണ്ട എന്ന പ്രാർത്ഥന സ്വീകരിക്കപ്പെടണോ? വല്ലാഹി ലതഅമുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കണം, മദ്യപിക്കുന്നവനോട് നോ എന്ന് പറയണം. ജീവിതത്തിൽ അജണ്ടകളൊന്നും ഇല്ലാതെ പുതിയ ഫിലിം വരുന്നതിനനുസരിച്ച് ഡ്രസ് കോഡും പുതിയ സിനിമാ നടന്റെ വരവിനനുസരിച്ച് സംസാര ഭാഷയും ഒക്കെ എഡിറ്റ് ചെയ്ത് നടക്കുന്ന പുതിയ തലമുറ, ആ പുതിയ തലമുറയിൽ ഒരു മെമ്പറായി ജീവിച്ചാൽ മതി എന്ന അജണ്ടയിൽ നമ്മൾ പോകണം. എല്ലാവരിടത്തും കൃത്യമായ ഡയറക്ഷൻ കൊടുക്കണം. റാഗ് ചെയ്യുന്നവനെയും റാഗ് ചെയ്യപ്പെട്ടവനെയും പോയി കാണാനുള്ള മനസ്സ് നമുക്ക് വേണം. അടികിട്ടിയവനെ ഹോസ്പിറ്റലിൽ സന്ദർശിച്ച് അവനോട് ആശ്വാസവാക്ക് പറയുന്നതോടൊപ്പം ഒരു പിശാചിനെ പോലെ പട്ടികയെടുത്തവന്റെ തലക്കടിച്ചവന്റെ അടുത്ത് പോയി പറയാനുള്ള മനക്കരുത്ത് വേണം. ചില കുട്ടികളെങ്കിലും ആലോചിക്കും, അവന്റെ അടുത്ത് പോയാൽ എന്താകുന്നു? ഒന്നും ആകൂല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഒന്നും ആകൂല. അവൻ സൈലന്റ്. ആകെ ആ ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അവനെ കിട്ടുള്ളൂ. അവൻ പോലീസ് വാഹനത്തിന്റെ ഓൺ മുഴക്കിയുള്ള വരവും പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവനെ കൈയൊഴിഞ്ഞതും ഒക്കെ മനസ്സിൽ വെച്ച് ഹോസ്റ്റലിന്റെ ഒരു മൂലയിൽ നിൽക്കുമ്പോൾ പിന്നാമ്പുറത്ത് നിന്ന് അവന്റെ തോളിൽ ഒരു കൈ വെക്കണം. ആ കൈവച്ചവനോട് പറയണം. എന്തിനാണെന്നറിയോ? അവന് വേണ്ടിയല്ല, എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന പഠിച്ചു സ്വീകരിക്കാൻ. അതിനാണ് ഇവിടുന്ന് പോയാൽ MSM എന്ന ഒരു സംവിധാനത്തിലെ ഒറ്റപ്പെട്ട ആളുകൾ 3000 ക്യാമ്പസിൽ MSMകാർ 3000 ക്യാമ്പസിലെ 3000 മെമ്പർമാർക്കിടയിൽ MSMകാർ ഒറ്റപ്പെട്ടവരാണ്. 10 ആളുണ്ടെങ്കിലും 15 ആളുണ്ടെങ്കിലും. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ വീട്ടിന്റെ മുറ്റത്ത് CR നടത്തുന്ന കുറച്ച് കുട്ടികൾ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ വന്നൊരു ചെറിയ പയ്യൻ, നിങ്ങളുടെ ജൂനിയർ, അവൻ സീനിയറിന്റെ ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ പേടിച്ചാ വന്നത്. ഒരു പുലിക്കൂടിന്റെ അരികിലൂടെ നടക്കുന്നവനെ പോലെ. ക്യാമ്പസ് കൾച്ചറുകൾക്ക് മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. സീനിയേഴ്സിന്റെ ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ പറ്റാത്ത അവസ്ഥ. ജൂനിയേഴ്സിന്റെ ഹോസ്റ്റൽ ജയില് പോലെ ബന്ധിച്ച് സീനിയേഴ്സിന് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥ ആര് ക്രിയേറ്റ് ചെയ്തോ ആ ക്രിയേറ്റ് ചെയ്തവർക്കെതിരെയാണ് പ്രോഫ്കോണിന്റെ യുദ്ധം, MSMന്റെ യുദ്ധം. അതിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. എങ്ങനെ പോയിന്റ് ബ്ലാങ്കിൽ അവന്റെ നെറ്റിക്കു നേരെ വെടിയുതിർത്തിട്ടോ, അവൻ പട്ടിക എടുക്കുമ്പോൾ ഇവിടെ കൊടുവാളെടുത്തിട്ടോ അല്ല. അള്ളാഹു തന്ന നാവും അവൻ തന്ന ചുണ്ടും അവൻ തന്ന മസ്തിഷ്കവും പ്രവർത്തിക്ക. എന്തിന്? അവന് വേണ്ടിയല്ല, ഇവിടെ അവന് വേണ്ടി എന്നതിന്റെ അപ്പുറത്ത് എന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ. സെമസ്റ്റർ എക്സാം കഴിയുമ്പോൾ 3 തവണ പൊട്ടിയ പേപ്പർ എനിക്ക് നീ തിരിച്ചു തരണേ പടച്ചോനെ. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ ഉപ്പയുടെ അവസാനവും ഞാൻ 3-ാം തവണയും ആ കോഴ്സിന്റെ ആ എക്സാം ഫീസ് വാങ്ങിയത് ഇനി എനിക്ക് പറ്റൂല. 1300 രൂപ ഉപ്പാനോട് ഇതേ പരീക്ഷയ്ക്ക് വേണ്ടി 3-ാം തവണയാണ് ഞാൻ വാങ്ങണത്. എന്റെ ഉപ്പനെ നിനക്കറിയാം, എന്നെ നിനക്കറിയാം, എന്റെ പരിമിതി നിനക്കറിയാം, എന്റെ മസ്തിഷ്കത്തിന്റെ പരിമിതി നിനക്കറിയാം എന്ന കാര്യം പടച്ചോന്റെ അടുത്ത് പറയുമ്പോ സഹോദരി, അത് കേൾക്കണമെങ്കിൽ അതിനാണ് നിങ്ങൾ ദഅവത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത്. എന്ന് വിളിക്കണത്, അരുത് എന്ന് പറയുന്നത്, വേണ്ട എന്ന് പറയുന്നത്, ചെയ്യരുത് എന്ന് പറയുന്നത്, ഹൃദയം വിളിക്കുന്ന ആ വികാരത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അടുത്തത് എന്താ പറയുക? കർമ്മഫലവും അനന്തരഫലവും ലഭിക്കും എന്നുള്ളതാണ്. കർമ്മഫലവും അനന്തരഫലവും ലഭിക്കും. എന്താ അങ്ങനെ പറഞ്ഞാൽ? കർമ്മഫലം അഥവാ ചെയ്തതിന്റെ ഫലം, അനന്തരഫലം ആ ചെയ്തതിലൂടെ ലഭിക്കുന്ന ഫലം. ഇന്ന മൗത, സെമിത്തേരികളിൽ നിന്ന്, പുണ്യഗംഗാ സമർഭതി തീരങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ മനുഷ്യനെ മറവ് ചെയ്യപ്പെട്ട പള്ളി അങ്കണങ്ങളിൽ നിന്ന് അവനെ തിരിച്ചു വിളിക്കുന്നത് നാമാണ്. എന്നിട്ട് വനക്തുബുമ ഖദ്ദമു ആസാറഹും, അവർ ചെയ്തത് നാം എഴുതും, അതിന്റെ റിസൾട്ട് എഴുതും. ഞാൻ പറഞ്ഞ രംഗക്ക് അതിന്റെ ഉത്തരം. കേരളത്തിലൊരു പ്രസിദ്ധമായ എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ ഒരു സിയാരിക്ക് വേണ്ടി ഞാൻ പോയി. പലപ്പോഴും ഞാൻ ഈ അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവിടെയുള്ള എന്റെ സഹപ്രവർത്തകന്റെ വക എനിക്കൊരു ചായ കിട്ടി. ചായ കുടിക്കുമ്പോൾ അവൻ എന്റെ അടുത്ത് പറഞ്ഞു, ഒരുപക്ഷെ കഴിഞ്ഞ 2 പ്രോഫ്കോണിലും ഞാൻ ഷെയർ ചെയ്തൊരു അനുഭവമാണ്, സിയാരിക്ക് എന്തായാലും വിളിച്ചാൽ നിങ്ങൾ വരണം, വരാതിരിക്കരുത്. അപ്പം അതിലൊരു നിർബന്ധ ബുദ്ധിയൊക്കെ ഇങ്ങനെ വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇപ്പോ ഇവിടങ്ങള് ഒരു 10-30 ആളാണുള്ളത്, 40ന്റെ ഉള്ളിലുള്ള ആളാണുള്ളത്, അതോ ഞാൻ വരുന്നത് പരിഗണിച്ച് ഒന്നുകൂടി നിങ്ങൾ നന്നായി വർക്ക് ചെയ്തപ്പോഴാണ് അത് കിട്ടിയത്. എനിക്ക് വേണമെങ്കിൽ ഇതേ ദിവസം ഒരു 400 ആളെയോ അല്ലെങ്കിൽ 500 ആളെയോ ഒരു പൊതുപ്രസംഗത്തിന് കിട്ടും. എനിക്ക് അവിടെ പോണതല്ലേ കൂടുതൽ ഫലപ്രദം എന്ന് വെച്ചപ്പോ അയാളെ ഫോൺ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നു. അയാളെ ടാബ്. അപ്പൊ അതിൽ കുറെ ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസിലുള്ളത് മൊട്ടയടിച്ചിട്ട് മുടിയിലൊക്കെ തലയിലൊക്കെ കുറെ കളറും ചായയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചങ്ങാതി,
കുറെ ചില വീഡിയോസൊക്കെ കണ്ട്. അപ്പൊ ഞാൻ ഫോണ് തിരിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, എനിക്കത് മനസ്സിലായിട്ടില്ല. അപ്പൊ അവൻ പറഞ്ഞു, എന്തിനാണ് സിയാറിക്ക് വരുന്നത് നിങ്ങൾ ചോദിച്ചില്ലേ, അതിന്റെ ഉത്തരാണത്. എന്താ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളായിരുന്നു ഞാൻ. ഈ ഫോട്ടോയിൽ കാണുന്ന ആളായിരുന്നു ഞാൻ. ഒരു ബർമൂഡയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്താന്ന് വെച്ചാൽ ഗ്രൗണ്ടിലാണ് പരിപാടി മുഴുവൻ. ഏതോ ഒരു പിന്നെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നു. അവനും അവന്റെ ഫ്രണ്ട്സും ഒക്കെ. ഇവിടുന്ന് എന്നെ ഇവിടെ എത്തിച്ചത് സിയാറിയാണ്. അതുകൊണ്ട് നിങ്ങൾ സിയാറിക്ക് വരണം. ഇനി എനിക്ക് ഉത്തരം ആവശ്യമില്ല. ഇനിയുള്ള ഉത്തരം എന്റെ മനസ്സ് സ്വയം പൂരിപ്പിക്കും. മനസ്സിലല്ലേ? എന്റെ മനസ്സിലെ ടൈപ്പ് റൈറ്റർ, എന്റെ മനസ്സിലെ കീബോർഡ് അടുത്ത വാചകങ്ങൾ ടൈപ്പ് ചെയ്യും. എന്താ, ഞാൻ അവന് ലൈക്ക് കൊടുക്കുകയാണെങ്കിൽ 1000 ലൈക്ക് ഒന്നിച്ചു കൊടുക്കും. ഞാനിത് പറഞ്ഞ എന്തിനാ അറിയോ? അവിടെയുള്ള ഏതോ ഒരു കുട്ടി കുറച്ച് ആളുകളൊക്കെ വെച്ചിട്ട് സിയാരി സംഘടിപ്പിച്ചു. ഒരു ദിവസം അവൻ അതിന്റെ ഏറ്റവും ബാക്ക് സീറ്റിൽ പോയിരുന്നു. അവിടെ ഇരുന്നപ്പോ അവിടെ ക്ലാസ് എടുത്ത ആള് പറഞ്ഞത് മുഴുവൻ അവനോടായിരുന്നു. അവന് തോന്നി, കൺട്രോൾ ഇല്ലാത്ത ഈ ലൈഫിന് അവൻ പുതിയ ക്ലച്ചും ഗിയറും ഹോണും ഗ്ലാസും ഒക്കെ വെച്ചിട്ട് ഒരു മനോഹരമായ വാഹനമാക്കി ഇതിനെ മാറ്റി. ഇപ്പോൾ നല്ല സംതൃപ്തിയാണ്. ഇതിന്റെ ശേഷം എനിക്ക് എന്റെ ഒരു ബാക്ക് പേപ്പർ പോലും വന്നിട്ടില്ല. കാരണം മനസ്സിലൊരു ചിന്ത എപ്പോഴും ഉണ്ട്, അള്ളാഹ് തന്ന അവസരമാണ്. അതുകൊണ്ട് അള്ളാഹിനോട് ബാധ്യത ഉണ്ട്. എന്നെ കാത്തിരിക്കുന്ന പാരന്റ്സ് വീട്ടിലുണ്ട്. എന്റെ വീടിനെ സംബന്ധിച്ചും പെങ്ങന്മാരൊക്കെ സംബന്ധിച്ചും സ്വപ്നം നെയ്ത് കാത്തിരിക്കണ, എന്നെ കൊണ്ട് ചിലത് നടത്തണമെന്ന് വിചാരിക്കുന്ന പാരന്റ്സ് ഉണ്ട്. 3, എന്റെ അടുത്ത് നിന്ന് ഇതിന്റെ ആനുകൂല്യം ലഭിക്കേണ്ട സമൂഹമുണ്ട് എന്ന ചിന്തയാണ് അവന് കൈമാറപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഗ്രാഫ് കാണിച്ചു തരാം. നോക്ക് നിങ്ങള്. ഇത് ആംവേ ബിസിനസ്സിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് അല്ലെ? ഒരാള്, എന്റെ 2 സൈഡിലുള്ള ഒരാള്. തത്വത്തിൽ ഇതിലുള്ള മുഴുവൻ ആളുകളുടെയും ഒരു എന്താ പറയാ, അധ്വാനത്തിന്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ ഓഹരി ആർക്ക് കിട്ടും? ഏറ്റവും മുകളിലുള്ള ഒരാൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ അനന്തരഫലവും കർമ്മഫലവും എന്നുള്ള പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞ് ചെന്നതിന്റെ ശേഷം നിങ്ങളെ ക്യാമ്പസിൽ നിങ്ങളൊരു സിയാരി തുടങ്ങി. ഒരുപാട് തടസ്സങ്ങൾ നമ്മളെ മനസ്സിൽ വരുന്നുണ്ടാകും. ആ സിയാരി ചിലപ്പോ നിങ്ങളും ഇവിടെ വന്ന 3 ആളും ഒന്നിച്ചിരുന്നൊരു ഖുർആൻ പരിഭാഷ വായിക്കലായിരിക്കും. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒറ്റക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് വായിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ. നമ്മൾ വായന തുടങ്ങിയത് 15-ാം തീയതി രാത്രി. വായന അവസാനിക്കുമോ എന്നറിയില്ല. ഒരുപക്ഷെ സൂറത്തു ആറാഫ് ഓതി തീർക്കുന്ന നേരത്ത് സൂറത്ത് അഹ്ഖാഫ് 47-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ നമ്മുടെ താടിയാളുകൾ കെട്ടിയിട്ടുണ്ടാകും, 2 പെരുവിരലുകൾ കെട്ടിയിട്ടുണ്ടാകും. എന്നിട്ട് ഗേറ്റും കടന്ന് നമ്മുടെ ശരീരം മെല്ലെ തൊട്ടടുത്ത പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, സൂറത്തു നാസ് വരെ ഓതിയതിന്റെ പുണ്യം കിട്ടിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി വിസ്ഡം സ്കൂളുകൾ എല്ലാ പ്രദേശങ്ങളിലുണ്ട്. നിങ്ങളും അതിൽ പങ്കെടുക്കുക. വിസ്ഡം സ്കൂളിന്റെ സിലബസിന്റെ ഒരു ഭാഗം എന്താ നിങ്ങൾക്ക്? ഇവിടുത്തെ 10,000-കണക്കിന് മനുഷ്യരെ കൊണ്ട് അവരുടെ വീട്ടിലിരുത്തി അമാനി മൗലവിയുടെ പരിഭാഷ വായിപ്പിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഉപ്പാനി ഉമ്മാനിയും പ്രോഫ്കോണിന്റെ ആദ്യത്തെ പ്രൊഡക്റ്റായി നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഇതാണ്. ഉപ്പ അവിടുന്ന് ഒരു തീരുമാനം കേട്ടിരുന്നു, വീട് മുഴുവൻ നാട്ടിലുള്ള എല്ലാ കുടുംബങ്ങളും ഖുർആൻ ഒരു തവണ പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതി അവിടുന്ന് അവതരിപ്പിച്ചിരുന്നു വിസ്ഡം സ്കൂളുകളുടെ ഭാഗമായി. നിങ്ങളുടെ നാട് എവിടെയാണെങ്കിലും അവിടെ ഒരു വിസ്ഡം സ്കൂൾ ഉണ്ടാകും. ആ വിസ്ഡം സ്കൂളിലേക്ക് ഉപ്പ പോട്ടെ, ഉമ്മ പോട്ടെ, അനിയൻ പോട്ടെ, ജ്യേഷ്ഠന്റെ ഭാര്യ പോട്ടെ, എല്ലാരും പോട്ടെ. അപ്പൊ അവിടുന്ന് അവർക്ക് ഗൈഡ് ലൈൻ കിട്ടും. അങ്ങനെ വാപ്പ ഉറക്ക വായിക്കും, അല്ലെങ്കിൽ പെങ്ങൾ ഉറക്ക വായിക്കും, നമ്മളുള്ള ദിവസം നമ്മൾ വായിക്കും. ബാംഗ്ലൂരിലെ ഹോസ്റ്റലിൽ നിന്ന് രാത്രി 8 മണിക്ക് ഉമ്മാക്ക് കോള്, മച്ചേ ഭക്ഷണമൊക്കെ കഴിച്ചോ, ഇന്ന് ഖുർആൻ പരിഭാഷ വായിച്ചോ? ഇന്ന് വായിച്ചില്ല, എന്നാലേ നാളെ വായിക്കണം, ഇന്നത്തതും കൂടി അല്ലെ? ഈ നിലക്കുള്ള ഒരു പുതിയ ക്രമത്തിലേക്ക് നമ്മുടെ ജീവിതം വരികയാണ് സുഹൃത്തുക്കളെ. ഈ സദസ്സ്, പ്രഫ്കോണിന്റെ ഈ സദസ്സ് ഒരു തവണ പത്തനംതിട്ടയായിരിക്കും, വേറൊരു തവണ മലപ്പുറത്തായിരിക്കും, വേറൊരു തവണ തൃശ്ശൂരായിരിക്കും. പക്ഷേ ഈ പന്തലിന്റെ താഴെ, മനോഹരമായി അലങ്കരിച്ച പന്തലിന്റെ താഴെ തീരുമാനിക്കപ്പെടുന്ന ചില തീരുമാനങ്ങളുണ്ട്, ചില ദൃഢപ്രതിജ്ഞകളുണ്ട്. ആ ദൃഢപ്രതിജ്ഞകളെ കൊടുങ്കാറ്റുകൾക്കും സുനാമികൾക്കും തകർക്കാനാകാത്ത പ്രതിജ്ഞകളാണ്. പ്രതിജ്ഞ നിങ്ങൾ എടുത്തോളൂ. നിങ്ങളുടെ ക്യാമ്പസിൽ സിയാരി തുടങ്ങുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണിത്. അങ്ങനെ ഞങ്ങളൊരു സിയാരി അവിടെ തുടങ്ങി. ആ സിയാരി തുടങ്ങി. എങ്ങനെ തുടങ്ങിയത്? KMCT എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ സിയാരി തുടങ്ങിയത് എങ്ങനെയെന്നതിന്റെ ഒരു വീഡിയോ എനിക്കിവിടെ കാണിക്കാൻ സാധിക്കും. പക്ഷേ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അവർക്ക് സിയാരി നടത്താൻ സ്ഥലമല്ല. അപ്പൊ നമ്മളാരോ പറഞ്ഞു, നിങ്ങളെ തൊട്ടപ്പുറത്തുള്ള ഗ്രൗണ്ടിൽ പോയാണ് തുടങ്ങിക്കോളി, ഒരു കുഴപ്പമില്ല. ആ സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. KMCT എഞ്ചിനീയറിംഗ് മെഡിക്കൽ ക്യാമ്പസുകളിൽ നിന്ന് വന്ന കുട്ടികളൊന്ന് കൈവക്കുക. ആ ഭാഗത്തുനിന്ന് വന്ന കുട്ടികൾ ഇവിടെ.
അവരിവിടെ ഉണ്ട്. ഓക്കെ, ശരി. അവരെന്താ ചെയ്തു? അവർ ഗ്രൗണ്ടിലാണ് തുടങ്ങി. ഗ്രൗണ്ടിൽ തൊട്ടപ്പുറത്ത് ഒരു ടീം ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവരെടുത്ത് നിന്നിട്ട് ഏതോ ചൊവ്വയാണെന്നാണ് എൻ്റെ ഓർമ്മ, എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങളൊരു 5 മണി മുതൽ ഇവിടെ ഒരു ക്ലാസ് തുടങ്ങിക്കോട്ടെ. അവർക്ക് സന്തോഷം. അവര് പന്ത് വീട്ടിൽ വെച്ച് അന്നോടൊന്ന് മാറിക്കൊടുത്തു. ആലോചിച്ച് നോക്കി നിങ്ങള്, അത് പ്രോഫ്കോണിന്റെ ഈ ചെയറുകളുടെ തീരുമാനമാണ്. ഇനി എന്നത്തേക്കാണ് പ്രിയപ്പെട്ടവരെ തീരുമാനങ്ങൾ നമ്മൾ ബാക്കി വെക്കുന്നത്? അല്ലേ? ചില മുഖങ്ങൾ കാണുമ്പോൾ, ഈ വഴികളിലൂടെ നടക്കുമ്പോൾ ചില മുഖങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, എന്താ ഇവൻ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ലേ? അവൻ എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ? ഞാൻ ഈ പറയണത് ഇനി കേൾക്കണ ഒരാളും ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോകരുതെന്ന് ഞാൻ പറയണം. അല്ലേ? എന്താ അത്യാവശ്യത്തിന് അവൻ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ കണ്ടത്, ഇതിന്റെ നമ്മളൊക്കെ കണ്ടത്. നിങ്ങൾ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ തീരുമാനം എടുക്കണം. അവരെന്ത് ചെയ്തു? അവിടെ അതിനുള്ള ചെയർ അവർ ക്യാഷ് പിരിച്ചു വാങ്ങി. ഓരോരുത്തരും എന്റെ വക ഒരു ചെയറിന്റെ പൈസ, എന്റെ ഇക്കാക്കാന്റെ വക ഒരു ചെയറിന്റെ പൈസ, എന്റെ പെങ്ങളുടെ വക ഒരു ചെയറിന്റെ പൈസ അവര് വട്ടത്തിലിട്ടിട്ട്, ഞാൻ പോയിട്ടുണ്ട് അവരുടെ സിയാറിക്ക്. അവിടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദത്തോടു കൂടെ സംസാരിച്ചൊരു സ്ഥലം എവിടെയായിരിക്കും. ഈ പോയിന്റ് ഞാൻ പറഞ്ഞ എന്തിനറിയോ? ഒന്നും തടസ്സമല്ല എന്ന് പറയാൻ. ഇപ്പൊ AWSലെ കുട്ടികൾ നേരത്തെ അവര് അവിടെ നടത്തിയിരുന്ന, ക്യാമ്പസിന്റെ ഉള്ളിൽ നടത്തിയിരുന്ന CRE ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് നടത്താൻ പാടില്ല എന്നുള്ള ചില ഓർഡറുകളൊക്കെ വന്നപ്പോ അവര് തൊട്ടപ്പുറത്തെ അമുസ്ലിം സുഹൃത്തായ ഒരാളെടുത്ത് എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത്, നിങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങളതൊന്ന് നടത്തിക്കോട്ടെ. ഹോട്ടലിലാണ് നടത്തിയത്. വേറെ ചില സ്ഥലങ്ങളിൽ അവര് എന്താ പറയാ വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്തത്. അല്ലെ? ഇങ്ങനെയൊക്കെ നടക്കും. ഇനി ഞാൻ പറയുന്നത് കർമ്മഫലത്തെ കുറിച്ചാണ്. നിങ്ങൾ പോയി, നിങ്ങൾ ഫൈനൽ സമ്മാണ്, നിങ്ങൾ പോയി. പിന്നെ കാലങ്ങളായി അത് അവിടെ നടന്നു. ഓരോ ചൊവ്വാഴ്ചയും സിയാറിക്ക് വേണ്ടി കുട്ടികൾ നടന്നു വരുമ്പോ, തീരുമാനിക്കുമ്പോ, അതിന്റെ മെസ്സേജ് പോകുമ്പോ, അവര് വരുമ്പോ, ഇരിക്കുമ്പോ, കേൾക്കുമ്പോ ഒക്കെ പുണ്യം നിങ്ങളെടുത്തേക്കാണ് സുഹൃത്തുക്കളെ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ മുന്നിൽ ഒരു മനോഹരമായ പള്ളിയുണ്ട്. ആ പള്ളി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന്റെ ചിന്തയിൽ നിന്ന് വന്നതാണ്. ഒരുപക്ഷെ ഷിപ്പിലിരുന്ന് അൽ-ഇസ്ലാ റേഡിയോയിൽ എന്റെ സംസാരം അവൻ കേൾക്കുന്നുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. എങ്ങനെ? നമുക്ക് നിസ്കരിക്കാൻ സ്ഥലമല്ല, അതവനൊരു ചർച്ചയാക്കി. അവിടുത്തെ പ്രാദേശിക ആളുകളോട് പറഞ്ഞു, മുജാഹിദ് പ്രവർത്തകരോട് പറഞ്ഞു, ചില ആളുകൾ ഇടപെട്ടു, അവിടെ ഒരു പള്ളി ഉയർന്നു. സാധിക്കും പ്രിയപ്പെട്ടവരെ. നമുക്ക് എന്താ കാര്യം? നമ്മൾ മരിക്കും. നമ്മൾ ചിലപ്പോൾ 28ാമത്തെ വയസ്സിൽ ടാങ്കർ ലോഡ് ചക്രത്തിന്റെ താഴെ ജീവിതം അവസാനിപ്പിക്കും. അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തീർച്ചയായും, നിങ്ങളോട് ഞാൻ പറയുന്നു, നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഇത് ഔദാര്യമല്ല, ഇത് ബാധ്യതയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഇനി സ്വർഗം ലഭിക്കാനാണ്. സ്വർഗം ലഭിക്കാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അസർ ഉണ്ട്. വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നമുക്ക് ഒന്നിച്ചതല്ല. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. സത്യം മാത്രം പറയണം. ഓക്കേ ആണല്ലോ? സത്യം മാത്രം പറയണം. എന്റെ മുന്നിലെ കണ്ണുകൾ എന്നോട് പറയുന്നു സത്യം മാത്രമേ പറയുള്ളൂ. സത്യമായിട്ടും എനിക്കിവിടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ സദസ്സിലെ ചില കണ്ണും മുഖവും അവരുടെ നിറയുന്ന മിഴികളും മാത്രമാണ്. അതുകൊണ്ട് സത്യം മാത്രം നമ്മൾ പറയുള്ളൂ. ഉറപ്പാണ്. സൂറത്തുൽ അസർ ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആനിലെ പരിഭാഷയിൽ നിന്ന് വായിച്ചവരൊന്ന് കൈപൊക്കുക. ഇവിടെ എത്രായിരം ആളുണ്ട് എന്നത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യ. ഈ സദസ്സിൽ, ഈ സദസ്സിന്റെയും അപ്പുറത്ത് 3-4 വെനികളുണ്ട്. കൈതാത്തിടുക. പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടി കഴിഞ്ഞ 4 പ്രൊഫ്കോണിൽ പങ്കെടുത്തവര്, അവർക്കൊക്കെ ഇവിടുന്ന് അല്ല കൊടുക്കേണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ മാറ്റിയിരുത്തി അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് ചിലപ്പോൾ ഒരു ഇത്തിരി അലസത കൊണ്ട് വേറെ എവിടെയോ മാറിയിരിക്കുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ടാവും. നമ്മൾ എത്ര പേര് കൈപൊക്കി അല്ലേ? ഇതിനെയാണ് നമ്മളെ പ്രശ്നം. സൂറത്തുൽ അസർ നമ്മൾ വായിച്ചിട്ടില്ല. ഇനി സൂറത്തുൽ അസറിന്റെ അർത്ഥം അറിയണ കുട്ടികളൊന്ന് കൈപൊക്കുക. സൂറത്തുൽ അസറിന്റെ അർത്ഥം അറിയണേ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ക്യാമ്പസിൽ നിന്ന് എന്തോ 20 ആള് പ്രൊഫ്കോൺ വന്ന്, നിങ്ങളെ ക്യാമ്പസിൽ നിന്ന് 5 ബസ് എന്തുകൊണ്ടാ അറിയോ പ്രൊഫ്കോൺ ഉണ്ടാകാതിരുന്നത്? സൂറത്തുൽ അസറിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളെ ക്യാമ്പസിൽ എന്തുകൊണ്ടാണെന്നറിയോ CR ഇല്ലാത്തത്? നിങ്ങൾക്ക് അറിയില്ല സുഹൃത്തുക്കളെ. നിങ്ങളെ സുഹൃത്ത് മനോജില്ലേ, മനോജിന്റെ അടുത്ത് പോയിട്ട്, മനോജെ ഒരു കാര്യം എനിക്ക് പറയണ്ടായിരുന്നു. എന്നും അവൻ പ്രതീക്ഷിക്കുന്ന മിനിയാന്ന് കണ്ട സിനിമാ കഥയാണെന്നാണ് അവൻ വിചാരിക്കുക. അല്ല, പിന്നെ ഇത്രയും കാലം പറയാത്തൊരു കാര്യമാണ്. അല്ലേ? നമ്മുടെ ഹൃദയം പൊട്ടും. ഇത്രയും കാലം അവനോട് പറഞ്ഞിട്ടില്ല ആ ഒരു മെസ്സേജ്. എന്താ? ചരിത്രത്തിലൊരു വലിയ മനുഷ്യൻ ഉണ്ടായിരുന്നു, എന്റെയും നിന്റെയും പ്രവാചകൻ. ചരിത്രത്തിലൊരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തെ പറ്റി
ഏറ്റവും വലിയ ഹീറോ മനോജ്. ഞാനും നീയും തിയേറ്ററിലിരുന്ന് മോഹൻലാലിന്റെ കമന്റ് കേട്ടപ്പോൾ അയാളുടെ സ്റ്റണ്ട് രംഗം കണ്ടപ്പോൾ ലാലേട്ടാ അടിക്ക് ചവിട്ട് എന്ന് പറഞ്ഞു അല്ലേ? കഴിഞ്ഞ പ്രൊഫ്കോണിന്റെ അതോ അതിന്റെ മുമ്പത്തെ പ്രൊഫ്കോണിന്റെ ആണോ എനിക്കറിയില്ല, ഫീഡ്ബാക്ക് ഫോമിൽ ഒരു കുട്ടി എഴുതിയതാണ്. ഓരോ ഫിലിം ഇറങ്ങുമ്പോ ആ ഫിലിമിന്റെ ഏറ്റവും ആദ്യത്തെ ഷോ തന്നെ കണ്ട് ലാലേട്ടാ ചവിട്ട് അടിക്ക് എന്നൊക്കെ ആർത്ത് വിളിച്ചിരുന്ന എന്നെ നിങ്ങൾക്കൊരു പുതിയ മനുഷ്യനാക്കാൻ സാധിച്ചു, ഒരു പുതിയ മനുഷ്യനാക്കാൻ സാധിച്ചു. അതാണ് പ്രൊഫ്കോൺ നിർവഹിക്കുന്ന ദൗത്യം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, നമ്മൾ സുഹൃത്തുക്കളെ ഏതോ ഡയറക്ടർ എഴുതി കൊടുത്ത വാചകം, ആ വാചകം കണ്ടുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. ആ ഡയറക്ടർ എഴുതി കൊടുത്ത വാചകം കണ്ടുകൊണ്ടാണ് അല്ലേ? ആ ഡയറക്ടർ എഴുതി കൊടുത്ത വാചകം വായിച്ചുകൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ സംസാരം. നോക്കൂ നിങ്ങൾ, ഇങ്ങനത്തെ കുറെ ചിന്തകളുണ്ട്. ഈ ചിന്തകളാണ് നമ്മളെ ചതിക്കുന്നത്. ഇതുകൂടെ ഞാൻ പറയട്ടെ, 2-3 വീഡിയോസ് എനിക്കിടാണ്ട്, എല്ലാ വീഡിയോസും ഞാൻ കാണിക്കുന്നില്ല. വീഡിയോസിൽ ഉള്ള ചിലത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, ചിലത് ഞാൻ എന്റെ ഐഡിയാസ് പറഞ്ഞു പോയിക്കോളാം. ഈ ചിന്തകൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ഈ രംഗത്തില്ലാത്തത്. എന്താ, ഞാൻ തനിച്ചാണ് ക്യാമ്പസിൽ, എന്റെ ഫാമിലി സമ്മതിക്കുന്നില്ല, എനിക്ക് സമയമല്ല, എന്റെ സെമസ്റ്റർ എക്സാം ആണ്, എനിക്ക് പരിചയമല്ല, എനിക്ക് ഇൽമില്ല അല്ലേ? അതേപോലെ തന്നെ എന്നെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ടും തീർന്നില്ല. എന്താ, ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്. ഏത് പ്രൊഫ്കോണ് വേണ്ടി ക്ഷണിക്കാൻ വരുമ്പോൾ പറയാണ്, PG ആണ്, ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്. പിന്നെയോ, പ്രബോധന കൂട്ടായ്മ വ്യക്തി സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ്, എന്റെ വ്യക്തി ജീവിതം വിശുദ്ധമല്ല, എന്റെ ക്യാമ്പസിൽ ഒരു പ്രത്യേക സാഹചര്യമാണ് ഉള്ളത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തനിച്ചാണ്. തനിച്ച് ഒരു ആളുള്ള ക്യാമ്പസിലെ ഒരു കുട്ടി ചെയ്ത ദൗത്യം, ഒരു ക്യാമ്പസ് വിസിറ്റിന്റെ ഇടയ്ക്ക് എന്റെ സുഹൃത്ത് കണ്ട ഒരു കാഴ്ചയിലേക്ക് ഞാൻ വരികയാണ്. ഒരൊറ്റ ആളുള്ള ഇന്ത്യയിലെ ഒരു IIT ആണ് സ്ഥലം. ആ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവൻ ഒറ്റക്കാണ് ക്യാമ്പസിൽ. അവൻ ചെയ്തൊരു കാര്യം, ക്യാമ്പസ് വിസിറ്റിന്റെ സമയത്ത് എന്റെ സുഹൃത്ത് നേരിട്ട് കണ്ടത് അദ്ദേഹം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇത് ഒരു കാൽപ്പനിക കഥയല്ലെന്ന് ലോകം അറിയട്ടെ. എന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും സുഹൃത്തുക്കളെ സ്വയം എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള മനഃശക്തി ഉണ്ടാകട്ടെ. ആ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. തമിഴ്നാട്ടിൽ വ്യത്യസ്ത ക്യാമ്പസുകൾ സന്ദർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടായ സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്യാമ്പസ് ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. വളരെ സന്തോഷകരമായിട്ടൊരു അനുഭവമാണ് എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ആ ക്യാമ്പസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരേ ഒരു MSMകാരൻ മാത്രമുള്ള ആ ഒരു ക്യാമ്പസിൽ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും ഇസ്ലാമികമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കാത്തൊരു ക്യാമ്പസിൽ വളരെ നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഏകദേശം ഒരു അസർ നമസ്കാരത്തിൻ്റെ സമയമായിരുന്നു. ക്യാമ്പസിൻ്റെ ചുറ്റുവട്ടത്തെവിടെയും ഒരു മസ്ജിദ് പോലും ഇല്ലാത്ത ഒരു നാട്ടിൽ എവിടെ നമസ്കരിക്കുമെന്നൊരു ചോദ്യത്തിന് ഞങ്ങളുടെ സുഹൃത്ത് ചെറിയൊരു മെസ്ഹാളിലേക്കാണ് ഞങ്ങളെ വഴി നടത്തിയത്. ആ ഒരു ക്യാമ്പസിൽ നമസ്കാരത്തിന് മറ്റൊരു സൗകര്യവുമില്ലാത്ത ആ ഒരു പശ്ചാത്തലത്തിൽ ആ സുഹൃത്ത് അവൻ്റെ സ്വന്തം ഒരു പരിശ്രമം കൊണ്ട് ആ ക്യാമ്പസിലെ ഒരു മെസ്ഹാൾ ഒരു മസ്ജിദായി മാറ്റുകയായിരുന്നു. ആ മെസ്ഹാള് അവരെല്ലാവരും ചേർന്ന് അത് ശുദ്ധീകരിച്ച് അവിടെ മുസല്ല വിരിച്ച് അവിടെ 5 വക്തും ബാങ്ക് വിളിച്ച് ജമാഅത്തായിട്ട് അവരെല്ലാം നമസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ക്യാമ്പസിൽ ഞങ്ങൾ നമസ്കരിച്ച് തിരിച്ചു പോരുമ്പോൾ വളരെ ആകർഷകമായിട്ടുള്ളൊരു കാര്യം ഞങ്ങളുടെ കണ്ണിൽ പെടുകയുണ്ടായി. ക്യാമ്പസിൻ്റെ ഈ മെസ്ഹാളിൽ ചുവരിൽ തൂക്കിയിട്ട ഒരു A4 പേപ്പർ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളത് ചോദിച്ചു. ആ A4 പേപ്പറിൽ ഒരുപാട് നമ്പറുകൾ കുറിച്ച് വെച്ചിരിക്കുകയായിരുന്നു. എന്താണ് ഈ നമ്പറുകൾ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം, സുബഹി ജമാഅത്തിന് എണീക്കാൻ താല്പര്യമുണ്ടായിട്ട് എണീക്കാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ A4 പേപ്പറിൽ അവരുടെ പേരും നമ്പറും എഴുതി വെച്ചാൽ അവിടെയുള്ള സുഹൃത്തുക്കൾ അവരെ വിളിച്ചു നിർത്തും. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായ ഒരു അനുഭവമായിരുന്നു അത്. സുഹൃത്തുക്കളെ, നിങ്ങൾ അവനെത്ര ലൈക്ക് കൊടുക്കും? നമ്മൾ ആരും ലൈക്ക് അവന് വേണ്ട, അള്ളാഹുവിന്റെ ലൈക്ക് മാത്രം മതി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ രംഗമൊന്ന് മനസ്സിലൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്ക്. രാവിലെ അവന്റെ അലാം ക്ലോക്ക് അടിക്കുന്നു, അവൻ ചാടി എണീക്കുന്നു. ഇന്നലെ ഇശാ നിസ്കാരം കഴിഞ്ഞ് ലിസ്റ്റ് ചെയ്തവരുടെ നമ്പറിലേക്ക് കോള് പോകുന്നു. അവരുടെ തലയിണയുടെ അടിയിൽ ഉള്ള ഫോണ് അത് റിങ് ചെയ്യുമ്പോൾ, ഹലോ നമസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, എണീക്ക് വേം വാ അല്ലേ? നമ്മൾ ഫോൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോണിങ് മുഴുവൻ നാളെ പരലോകത്ത് വരുമ്പോൾ ഉപ്പയും ഉമ്മയും
ബന്ധുക്കളും പ്രിയപ്പെട്ടവരും എല്ലാം ഇരിക്കുന്ന സദസ്സിൽ കേൾപ്പിക്കാൻ പറ്റിയ ഫോൺ കോളുകളാകുമോ പ്രിയപ്പെട്ടവരെ? മണിക്കൂറുകൾ ടെലഫോൺ കമ്പനികൾ നൽകിയ ഓഫർ വെച്ച് നമ്മൾ ഫോൺ ചെയ്തിട്ടുണ്ട്. ആ ഫോണുകളെ കുറിച്ച് ആലോചിക്കുക, എന്റെ സഹപ്രവർത്തനെ കുറിച്ച് ആലോചിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പോ ഒറ്റക്കാണെങ്കിലും പലതും നടക്കുന്ന ഞാൻ പറഞ്ഞു. ഒറ്റക്ക് ചെയ്തത് ഇനി എനിക്ക് എണ്ണി 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 പറയണ്ട്. കഴിഞ്ഞൊരു 10-12 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നമ്മളെപ്പോലെയുള്ള പ്രബോധന രംഗത്ത് MSM തലത്തിലുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അറിയണ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാം കൂടി ഷെയർ ചെയ്യാനുള്ള എന്റെ സമയം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. പിന്നെന്താ ഏറ്റവും വലിയൊരു പ്രശ്നം എക്സാമാണ്. എക്സാം ഇല്ലാത്തൊരു കാലം ഉണ്ടാവില്ല അല്ലേ? ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബാച്ചിന് എക്സാം ഉണ്ടാകും. ആ ബാച്ചിലുള്ള ആളായിരിക്കും അവിടുത്തെ ഏറ്റവും പ്രധാന പ്രവർത്തകൻ. അപ്പൊ നമ്മളെന്തു പറയും? കോള് വരുമ്പോൾ എക്സാം ആണെന്നറിയും. എന്നല്ലേ? എക്സാമുകളുടെ പടവുകൾ നീന്തി കടന്ന് ഉന്നത വിജയങ്ങൾ നേടിയ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കൊണ്ടുവരാം. പത്രത്തിൽ അവന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഹൃദയം കൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞു. എന്തിനെന്നറിയൂ? ഈ രംഗത്തൊക്കെ ഇടപെട്ടാലും ചിലത് നിർവഹിക്കാൻ കഴിയും എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവന് സാധിച്ചല്ലോ. ഇതൊരു മുഖപ്രശംസയാവുകയില്ലെങ്കിൽ മുഖപ്രശംസ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എഞ്ചിനീയറിംഗ് എൻട്രൻസിലെ 8-9 റാങ്കുകൾ വാങ്ങി പത്രത്തിൽ അവന്റെ ഫോട്ടോ കാണുമ്പോൾ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ലിസ്റ്റിൽ അവൻ 1ാം റാങ്കിൽ വരുമ്പോൾ, ഓരോ സ്ഥലത്തും പോയി അവാർഡുകൾ വാങ്ങുമ്പോൾ, പ്രബോധന രംഗത്ത് 100% ഇടപെട്ടാലും ഒരാൾക്കും ഒന്നും സംഭവിക്കുന്നില്ല, പരീക്ഷകളെ ബാധിക്കുന്നില്ല എന്നത് കൃത്യമായി ഓർമ്മപ്പെടുത്തിയിരുന്നു. ഞാൻ എന്റെ സുഹൃത്ത് അജ്മലിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ചെറിയ വീഡിയോ തരണം. അന്ന് നമ്മൾ ഒന്നിച്ച് ഈ അവാർഡ് ദാന ചടങ്ങിൽ താങ്കൾ പറഞ്ഞൊരു വാചകമുണ്ട്. വാചകം മറ്റൊന്നുമല്ല, വാചകം നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നതല്ല പ്രശ്നം, പരീക്ഷയുടെ 2 മണിക്കൂർ നിങ്ങൾക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുന്നു എന്നതാണ് പ്രശ്നം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന്റെ ഒരാശയതലം നിങ്ങൾ എനിക്കൊരു വീഡിയോ തരണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്റെ കൂടെ സ്ക്രീനിൽ എത്തുന്നുണ്ട്. നിങ്ങൾ കാണുക. നമ്മൾ മുഴുവൻ പഠിച്ചാലും അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലാതെ ആ പരീക്ഷ നമുക്ക് ശരിയായ രീതിയിൽ എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞാനും നിങ്ങളൊക്കെ ഒരുപാട് എൻട്രൻസ് പരീക്ഷകളും മറ്റു മത്സര പരീക്ഷകളൊക്കെ എഴുതിയ ആളുകളാണ്. നമുക്കറിയാം, ഒരു വർഷം മുഴുവൻ കുത്തിയിരുന്ന് പഠിച്ചാലും നാളെ നമുക്കറിയുന്നത് ചോദിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ ഉത്തരം എഴുതി അതിനുള്ള മാർക്ക് ലഭിച്ച് നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാലും അവസാനം നമ്മുടെ എഴുതുന്ന വിരലിലെ ഒരു ചെറിയൊരു മുറിവ് മതിയാവും നമ്മുടെ എക്സാമിന്റെ ആ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി. ഇപ്പോൾ അള്ളാഹുവിന്റെ ഒരു സഹായം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടുതൽ ദീനീപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനെ സഹായിക്കുകയും അങ്ങനെ മറ്റുള്ളവരിലേക്ക് അള്ളാഹുവിന്റെ ഈ സന്ദേശം എത്തിക്കുകയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്താൽ ഒരിക്കലും അതുമൂലം നമ്മുടെ പരീക്ഷകൾക്കോ നമ്മുടെ ലാബുകൾക്കോ ഒന്നും ഒരു നഷ്ടവും വരില്ല എന്നുള്ളതാണ് എൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുള്ളത്. എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ പരീക്ഷകളും നമ്മുടെ മറ്റു കാര്യങ്ങളും എല്ലാം, നമ്മുടെ മറ്റു തിരക്കുകളെല്ലാം നമുക്ക് ലഘൂകരിക്കപ്പെട്ടതായിട്ട്, നമുക്ക് എളുപ്പമാക്കപ്പെട്ടതായിട്ട് എപ്പോഴും ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കും എന്നുള്ള വലിയൊരു സന്തോഷവും വലിയൊരു ആശ്വാസവും കൂടിയാണ് ഈ ദഅവത്ത്, ഈ പ്രബോധനം നമുക്ക് പ്രദാനം ചെയ്യുന്നതെന്നാണ് എനിക്ക് എപ്പോഴും മനസ്സിൽ തോന്നിയത്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോ ഇത് ഞാൻ അജ്മലിനെ തന്നെ കൊണ്ടുവരാനുള്ള കാരണം, അദ്ദേഹം നിങ്ങൾക്കറിയാം, ഇവിടെ ഇതിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടപെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ ഈ സംസാരം ഒരിക്കലും അദ്ദേഹത്തിന് ദീനി രംഗത്ത് ഒരു ഉയർച്ചക്കല്ലാതെ തളർച്ചക്കോ വേറെ അഹങ്കാരത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കുള്ള കാര്യങ്ങൾക്കോ ശൈത്താൻ ഇത് കാരണമാക്കാതിരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് അജ്മലും അദ്ദേഹത്തിന്റെ കൂടെ IIT-യിലുള്ള നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ജാഫർ ഇവിടെ ഉണ്ട്. അവരൊക്കെ അവരുടെ പരീക്ഷാ രംഗത്ത് ഉള്ളതോടൊപ്പം തന്നെ പ്രബോധന രംഗത്ത് ശക്തമായിട്ടുണ്ട്. ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ എനിക്കും നിങ്ങൾക്കുള്ള പ്രശ്നം എന്താ അറിയോ? നമ്മളെ കാര്യം മാത്രമേ നോക്കണുള്ളൂ, നമ്മളെ കാര്യം നോക്കേണ്ടത് തന്നെ നോക്കണില്ല. എൻ്റെ ഒരു സുഹൃത്തിനോട് അവന്റെ ഉമ്മ എപ്പോഴും പറയും, നീ നിന്റെ സ്വന്തം കാര്യം നോക്കാൻ നോക്കിക്കോ. കാരണം അവന് ഞായറാഴ്ചകളിൽ വീട്ടിലില്ല, അവന് പിന്നെ സൽക്കാരങ്ങളിൽ അവനെ പലപ്പോഴും കിട്ടുന്നില്ല, കല്യാണങ്ങളിൽ അവനെ പലപ്പോഴും കിട്ടുന്നില്ല. ഇതൊന്നും പോകണ്ടെന്നല്ല ഞാൻ പറയണത്, ഇതൊക്കെ പോകണം. പക്ഷെ ഉമ്മയും ഉപ്പയും പറയുന്ന ഒരു അർത്ഥത്തിൽ അവൻ അതിൽ പങ്കെടുക്കാൻ പറ്റണില്ല. അവസാനം ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടി അവൻ ഒരുങ്ങുമ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഈ പരീക്ഷയിൽ ഫുൾ പേപ്പർ എനിക്ക് കിട്ടണം. ദാവാരംഗത്തെ എൻ്റെ നിലനിൽപ്പിന്റെയും കൂടി പ്രശ്നമാണത്. അതുകൊണ്ട്
നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമല്ലോ നമ്മള്. അവസാനം എല്ലാ എക്സാമും കഴിഞ്ഞതിന്റെ ശേഷവും ഒക്കെ പൂർണ്ണമായി വിജയിച്ചതിന്റെ ശേഷം അവന്റെ ഉമ്മ അവനോട് നീ നിന്റെ സ്വന്തം കാര്യം നോക്കുന്ന് പറഞ്ഞപ്പം അവന്റെ ഉമ്മയോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഉമ്മ എന്റെ ഏറ്റവും വലിയ കാര്യം ഖബറിന്റെ ഉള്ളിലെ ഇത്ര പോന്ന സ്പേസാണ്. അവിടെ എന്നെ എല്ലാവരും കൊണ്ട് കിടത്തും, എന്നിട്ട് മൂടുകല്ലിടും, മണ്ണ് വാരിയിടും, പോരും. അവിടെ മുതൽ ആരംഭിക്കുന്ന എന്റെ ജീവിതത്തിനുമ്മ എന്തെങ്കിലും വേണ്ടേ എന്നുമ്മയോട് ചോദിച്ചിട്ടുണ്ട്. കുടുംബം സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ ഫാമിലിയെ ഈ രംഗത്തേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. പ്രോഫ്കോണിൽ എന്തുണ്ടായി എന്ന് ഒരു നിമിഷം പോലും പിഴക്കാതെ ഉമ്മയോട് നിങ്ങൾ പറയണം. അടുത്ത ഇടവേളയിൽ നിങ്ങൾ ഉമ്മനെ വിളിക്കണം. ഉമ്മനെ വിളിച്ചിട്ട് ഉമ്മയോട് ക്ഷമ ചോദിക്കണമെന്ന് മനസ്സു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. ഇത്താത്തയെ വിളിക്കണം. യാത്രയിൽ നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും നിങ്ങളുടെ കുടുംബത്തെ അറിയിക്കണം. ഈ പ്രൊഫ്കോൺ അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നീങ്ങുമ്പോൾ ഞാൻ പറയാണ്, ഇന്ന് ബസ്സിൽ നിന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കാനും പറയേണ്ടവരോട് പറയാനൊക്കെ നമുക്ക് സാധിക്കണം. ഇല്ലാത്ത സ്ഥലത്ത് പഠിച്ചോ റേഞ്ച് ഉണ്ടാക്കി തരും. അറിയോ, തീരുമാനം മനസ്സിലുണ്ടെങ്കിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പരീക്ഷയല്ല പ്രശ്നം. പിന്നെ എന്താ പറയുക, ഞാൻ ക്യാമ്പസിൽ പോയി പറയുമ്പോൾ ഞാൻ ഇതിനുള്ളൊരു വിശുദ്ധി എനിക്കില്ല. ഒക്കെ ശൈത്താൻ ഉണ്ടാക്കുന്ന ചിന്തകളാണ്. ഇതിനുള്ള വിശുദ്ധി എനിക്കില്ല. നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ട് കല്ലിൽ തല്ലുമ്പോ പിന്നെ കല്ലും ക്ലീൻ ആകുന്നുണ്ട്, ഡ്രസ്സ് ക്ലീൻ ആകുന്നുണ്ട്, അതേപോലെ തന്നെ കയ്യും ക്ലീൻ ആകുന്നുണ്ട്. ഇതേപോലെയാണ് നിങ്ങൾ ചില സ്ഥലത്തൊക്കെ പോയി ചില കാഴ്ചയൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ, അതുകൊണ്ടുണ്ടാണ് പരിവർത്തനമൊക്കെ കാണുമ്പോൾ നമ്മളും മാറും അറിയാതെ. ഞാൻ ഒരു ക്യാമ്പസ് വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സുഹൃത്ത് അർഷദിനെ നിങ്ങളെടുത്ത് കൊണ്ടുവരികയാണ്. കോട്ടയം ജില്ലയിലെ ഒരു ക്യാമ്പസിൽ അദ്ദേഹം ചെന്നപ്പോൾ, ഒരു ഹോസ്റ്റലിൽ ഒരു കുട്ടികൾ റൂം എടുത്ത് താമസിക്കുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച അദ്ദേഹം നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളത് കേൾക്കുക. കഴിഞ്ഞ തവണ കോതമംഗലം ഭാഗത്ത് സ്കോഡിന് ഇറങ്ങിയപ്പോൾ രാത്രി 12 മണിയോടടുത്താണ് ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തിയത്. അവിടെ എത്തിയപ്പോൾ വലിയ നിരാശയായിരുന്നു. കാരണം വിദ്യാർത്ഥികളെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ കരുതി. എന്നാൽ ഹോസ്റ്റലിൽ ലൈറ്റും ഫാനും എല്ലാം ഓണാണ്. എന്നാൽ വിദ്യാർത്ഥികളെ ആരെയും അവിടെ കാണുന്നില്ല. ഹോസ്റ്റലിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെയുള്ള മതിലിൽ മുഴുവൻ അശ്ലീല ചിത്രങ്ങളും അതേ രൂപത്തിൽ തന്നെ വൃത്തികെട്ട എഴുത്തുകളും കൊണ്ട് അവർ നിറച്ചിട്ടുണ്ട്. ജനലിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് വലിച്ചു തീർത്ത സിഗരറ്റിന്റെ കൂടുകൾ കൊണ്ട് മനോഹരമായി 2 ജനലുകളും അവർ അലങ്കരിച്ചിട്ടുണ്ട്. പതുക്കെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഹോസ്റ്റലിന്റെ പുറംഭാഗത്തേക്ക് ഞങ്ങളൊന്ന് പോയി നോക്കിയപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നു കൊണ്ട് മദ്യപിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഞങ്ങളെ കണ്ട ഉടനെ തന്നെ മദ്യക്കോപ്പുകളും അതേ രൂപത്തിൽ തന്നെ കുപ്പികളുമെല്ലാം അവര് പെട്ടെന്ന് തട്ടിമാറ്റുകയും എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ച് നിൽക്കുകയും ചെയ്തു. അല്പസമയം ഞങ്ങളുടെ സംസാരം ഒന്ന് കേൾക്കണമെന്ന് അവരോട് പറയുകയും അങ്ങനെ അവിടെയുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് ഒരുമിച്ചിരുത്തുകയും പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ നനഞ്ഞത് മദ്യത്തിന്റെ ലഹരിയിലല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് പിന്നീട് ഞങ്ങൾ ക്ഷണിച്ച വിദ്യാർത്ഥികളെ പ്രോഫ്കോണിന്റെ നഗരിയിൽ നമ്മുടെ സംസാരം പ്രസംഗങ്ങൾ കേട്ട് ഇരിക്കുന്ന കാഴ്ചകൾ കണ്ടപ്പോഴായിരുന്നു. സുഹൃത്തുക്കളെ, അപ്പൊ ഇങ്ങനത്തെ കാഴ്ച നമ്മളും കാണും. നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരം കൊണ്ട് പരിവർത്തനം വരുന്ന കുട്ടികളെ കാണും. അങ്ങനെയാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. MSM രംഗത്തുള്ള പ്രബോധന രംഗത്തുള്ള ആളുകൾ നമ്മളൊക്കെ പിടിച്ചു നിൽക്കണം. എങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണത്? എങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ്. എങ്ങനെ ഇപ്പൊ ഈ സദസ്സിൽ നിന്ന് സംസാരിച്ച് ഞാൻ കുറച്ച് ദിവസങ്ങളിലേക്ക് മാറുമ്പോൾ എൻ്റെ മനസ്സിൽ ഫ്രെയിം ചെയ്യപ്പെട്ട ചില മുഖങ്ങളും ചില കണ്ണുകളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒഴുകുന്ന കണ്ണുകൾ കുറെ ദിവസം എൻ്റെ നമസ്കാരത്തെ സജീവമാക്കുന്ന ഉറപ്പാണ്. അത് തന്നെയാണ് പ്രബോധന രംഗത്ത് വേണ്ടത്. ഇനിയും ന്യായങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, എൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ഞാൻ നീങ്ങുകയാണെങ്കിൽ, പ്രബോധനത്തിന് 2 തലങ്ങളുണ്ട്. വ്യക്തി ദാവ, അതേപോലെ തന്നെ സംഘടിത ദാവ. 24 മണിക്കൂർ നമുക്ക് ദായികളാകാൻ പറ്റും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പദ്ധതി വഴി നിങ്ങൾ എല്ലാവരും കേൾക്കുക, 1,17,00,000 വീടുകളിലേക്കുള്ള സ്നേഹപൂർവ്വമുള്ള കടന്നു ചെല്ലലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1,17,00,000 വീടുകളുടെ കോളിംഗ് ബെൽ അടിക്കുകയാണ്. ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരെയും കിട്ടിയാൽ, നിങ്ങളെ കിട്ടിയാൽ തീർച്ചയായും ഞാൻ പറയുന്നു, കേരളം 25,000-ഓ 28,000-ഓ ആളെ കൊണ്ട് വേണമെങ്കിൽ കേരളം 6 മണിക്കൂർ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വരിക. 21, 22 തീയതികളിൽ പെരിന്തൽമണ്ണയിലാണ് വീടുകളിലേക്ക് ഇറങ്ങുന്നത്.
വീടുകളിലൂടെ നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു നോക്ക്. അപ്പോഴാണ് നമുക്ക് നമ്മളെ അജണ്ട കിട്ടുക. ഞാൻ പറയണേ, ക്യാരംസ് ബോർഡിന്റെ മുന്നിൽ കളയുന്ന സമയം, ക്രിക്കറ്റ് ബാറ്റിന്റെയും ക്രിക്കറ്റ് സ്റ്റംപിന്റെ ഇടയിൽ കളയുന്ന സമയം, നെയ്മറിന്റെയും മെസ്സിയുടെയും വേൾഡ് ക്രിക്കറ്റിന്റെയും വേൾഡ് ഫുട്ബോളിന്റെയും ദിവസങ്ങളിൽ നമ്മൾ ചെലവിട്ട സമയം, ഹോസ്റ്റലിൽ അനാവശ്യമായി ഉറങ്ങുന്ന സമയം, ആ സമയം ആവശ്യമുള്ള ജോൺസും ആന്റണിയും ബിന്ദുവും രാജേഷും മുസ്തഫയും കരീമും ഒക്കെ ഇവിടെ ഉണ്ട്. അവർ കാത്തിരിക്കുകയാണ്. ആത്മഹത്യാ മുനമ്പുകളിൽ ഒരു മുളം കയറിൽ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ തേടിയാണ് നമ്മുടെ യാത്ര നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ വരിക അല്ലേ? ഇങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോൾ വ്യക്തിതലത്തിൽ ദഅവ നടത്താനുള്ള കുറെ വഴികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഒരുപാട്. ഇതൊക്കെ അതിന്റെ ടൂളുകളാണ്, ഞാൻ വിശദീകരിക്കണില്ല. ഓരോന്നിലും എനിക്ക് ഓരോ എക്സ്പീരിയൻസ് നിങ്ങൾ എടുത്ത് പറയാൻ പറ്റും, ഓരോന്നിലും. ഇപ്പൊ ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ന് പറയണേ, ഇജ്ജൊരു നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകം എഴുതിയ നിരീശ്വരവാദിയായിരുന്ന വ്യക്തി ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി മാറിയ കഥ ഉണ്ട്. മഹാനായ ഉമർ മൗലവി അദ്ദേഹത്തിന് ഇങ്ങനെ കത്തെഴുതും. ഒരു ദിവസം ഡോക്ടർ ഉസ്മാൻ സാഹിബ് തിരിച്ചെഴുതി, എടാ ഉമറെ, നീ എനിക്ക് പുല്ലാണ്. അപ്പോ ഉമർ മൗലവി അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, ബഹുമാനനായ ഡോക്ടർ, താങ്കൾ എന്നെ പുല്ലാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പുല്ലിനോളം നിങ്ങൾ എന്നെ ഉയർത്തിയല്ലോ. കാരണം പുല്ലും ചെടിയും സസ്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ മഴ വർഷിക്കുകയില്ലല്ലോ, അല്ലെ? ആ രീതിയിൽ അദ്ദേഹത്തിന്റെ കത്തിടപാടുകൾ തുടർന്ന് ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തി എന്നൊരു പുസ്തകം ഇവിടെ ഉണ്ട്. ആ പുസ്തകം വായിച്ചിട്ട് കരയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ഫോണിൽ വിളിച്ച് പറയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാണ്. ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തി എന്ന പുസ്തകം കണ്ടെത്തി നിങ്ങൾ വായിക്കണം. ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും. സലഫി voice.com നിങ്ങൾ പോയാൽ അതിന്റെ PDF കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോന്നിലും എനിക്ക് വ്യക്തിപരമായി ഒരുപാട് എക്സ്പീരിയൻസ് പറയാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകണില്ല. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ബാപ്പാക്ക് കത്തെഴുതാം. ഉപ്പക്ക് കത്തെഴുതിയ NIT-കാരനായ ഒരു സ്റ്റുഡന്റ് ഇവിടെ ഉണ്ട്. ഇപ്പോ ഉപ്പ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇന്നതിനാണ്. എന്റെ പഠനത്തിൽ ഞാൻ ഒട്ടും മോശമല്ലല്ലോ, അല്ലേ? ആ ഇംഗ്ലീഷിലുള്ള കത്ത് മനോഹരമായി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളൊരു സമയത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം, ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വൈകാരികമാണ് ആ കത്ത്. ദുബൈയിലുള്ള ഉപ്പ, നാട്ടിൽ ദഅവത്ത് MSM ഒക്കെ ആയിട്ട് ഓടുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ ഇങ്ങനെ ഫോണിൽ വിളിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക ചെയ്യാം. അപ്പൊ അവനെ ഇതേ കത്താണ്. അപ്പോൾ വാപ്പാക്ക് കത്ത് ചെയ്ത മെയിലേക്കൊക്കെ ചെയ്യാം. ഞാൻ അത്ര വിശദാംശത്തേക്ക് പോകുന്നില്ല. ഇനി സംഘടിത ദഅവത്ത് കൊണ്ടുള്ള ചില സൽഫലങ്ങളുണ്ട്. 5-6 കാര്യങ്ങളുണ്ട്. ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഒന്ന്, നമ്മുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ എന്ത് ചെയ്യുന്നറിയോ, അത് സഫലമാകും. 1,00,000 തവണ മിടിക്കുന്ന ഹൃദയം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല്, ഞാൻ ക്രിക്കറ്റ് കളിച്ചു എന്ന് പറയാൻ പറ്റുമോ പടച്ചോന്റെ അടുത്ത്? 150 ലിറ്റർ ബ്ലഡിനെ ഡെയിലി ക്ലീൻ ചെയ്യുന്ന കിഡ്നി കൊണ്ട് നീ എന്ത് ചെയ്തു? 490 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന നിന്റെ തലച്ചോറിലെ ഞരമ്പുണ്ട്. ചെന്നൈ മുതൽ കാലിക്കറ്റ് വരെയുള്ള ദൂരത്ത് വേണമെങ്കിൽ ദേശീയപാതയിൽ വിരിച്ചിടാവുന്ന ഞരമ്പ്, ബ്ലഡ് സർക്കുലേഷൻ ഞരമ്പുകൾ, അത് നിനക്ക് തന്നിട്ട് അതുകൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആൻസർ വേണം. അതാണ്, ഞാൻ ലഘുലേക്ക് കൊടുത്തു, ഞാൻ ക്ഷണിച്ചു, ഞാൻ അവനെ ഉപദേശിച്ചു, ഞാൻ ഇന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു MSM-കാരന് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ക്യാമ്പസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്ര സമയം CRക്ക് ഫോൺ ചെയ്യാൻ, ഇത്ര സമയം പുറഫോൺ രജിസ്ട്രേഷന്, ഇത്ര സമയം ഖുർആൻ വായിക്കാൻ എന്നൊക്കെ പറയാൻ പറ്റും, അല്ലേ? നമുക്ക് അധ്വാനിച്ച റിസൾട്ട് ഉണ്ടാകും. നിങ്ങൾക്ക് 90% ആളുകൾക്ക് അറിയാത്ത 10% ആളുകൾക്ക് അറിയുന്ന ഒരാളും എല്ലാം ഇവിടെ വന്നുപോയി, അല്ലെ? അയാളെ ഞാൻ കൊണ്ടുവരാണ്. ഗേറ്റിൽ നിൽക്കുന്ന ആളാവും പറയും. ഏത് പ്രോഫ്കോൺ നിങ്ങൾക്ക് മുമ്പ് ഗേറ്റിൽ കാണാം. അങ്ങനെ പറയാൻ കാരണം എന്താ? ഗേറ്റിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വെച്ച്, എന്താ എനിക്ക് പോണ്ടേ? ഇന്ത്യയിൽ 947 എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലേ? നമ്മൾ ചിന്തിക്കണേ. എങ്ങനെ ഗേറ്റിൽ നിന്ന് മടങ്ങുമ്പോ, തലയിനകത്ത് ഇങ്ങനെ മടങ്ങുമ്പോ, ഇതിപ്പോ എന്താ പരിപാടി? ഇത് ഇന്ത്യൻ അല്ലേ? ഇത് ഇന്ത്യ അല്ല, ഇത് ഇന്ത്യ അല്ല. അതിന്റെ കാരണം എന്താ അറിയോ? അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണം മൂപ്പരൊന്ന് പറഞ്ഞോട്ടെ. അതിനുള്ള സമയം എനിക്ക് സംഘാടകർ തരുന്നതാണ് ഞാൻ വിചാരിക്കണേ. തിരുവനന്തപുരം പ്രോഫോണിലാണ് ഒരു സുഹൃത്ത് വന്നിട്ട് 2-3 പ്രാവശ്യം അവനെ ചോദിച്ചു, എനിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ കാരണങ്ങൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞില്ല, കാരണമൊന്നുമില്ല, എനിക്ക് പുറത്തു പോകണം, പുറത്ത് പോയേ തീരൂ, പോയിട്ടില്ലെങ്കിൽ അത് പ്രശ്നമായിട്ട് മാറും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മൾ കാരണങ്ങൾ പറയാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ വിടില്ല, നിങ്ങൾ പോയിട്ട് ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. പക്ഷെ ഒരു ഉച്ചയ്ക്ക് ശേഷം ആ കുട്ടി വീണ്ടും വന്നിട്ട് അവന് പറഞ്ഞു, എനിക്ക് പുറത്ത് പോയേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര വിറയല്. അപ്പോൾ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ആ വിറയൽ കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. ഇത് സാധാ പോലുള്ളൊരു വിറയലല്ല. അപ്പോൾ ഞാൻ അവനെ മാറ്റി നിർത്തിയിട്ട് ഒന്ന് സംസാരിച്ചു നോക്കി. സംസാരിച്ചപ്പോഴാണ് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വരാന്തയുടെ തിണ്ണയിലിരുന്നുകൊണ്ട് ഞങ്ങളൊരു 3/4 മണിക്കൂറോളം സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ബോധ്യപ്പെട്ടത്, കേരളത്തിലെ ഒരു ഏറ്റവും പ്രമുഖമായ ഇന്ത്യയിലെ തന്നെ ഒരു BTech സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു ടെക്നിക്കൽ വിദ്യാർത്ഥിയാണ്. പക്ഷെ അവൻ
ഡെയിലി യൂസ് ചെയ്യുന്ന ഇഞ്ചക്റ്റബിൾ മെഡിസിൻസ് അവന് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് അവന് കിട്ടേണ്ട സമയത്ത് അത് കിട്ടാതിരിക്കുകയാണ് 2 ദിവസം തുടർച്ചയായിട്ട്. അതിൻ്റെ ഒരു വെപ്രാളമാണ് അവന് ഈ വിറയലായിട്ട് വരുന്നത്. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. പിന്നീട് അൽഹംദുലില്ലാഹ് ആ കുട്ടിയുമായിട്ട് നിരന്തരമായി ബന്ധം പുലർത്തുകയും അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ഭയങ്കരമായ ഒരു നിഅമത്ത് കൊണ്ട് ആ കുട്ടി ഇപ്പോൾ വളരെ നല്ല ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നു. വളരെ നല്ലൊരു ജീവിതത്തിലാണ് അവൻ പോകുന്നത്. നമുക്ക് അവൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ ആ കോളേജിലെ ഇന്ന ഹോസ്റ്റൽ റൂമിലെ ഇന്ന മുറിയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള കേന്ദ്രമുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഞങ്ങൾക്ക് കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ കോളേജിന്റെ അധികാരികൾ അത് ബന്ധപ്പെട്ട് അറിയിക്കുകയും അൽഹംദുലില്ലാഹ് അതിലും ഒരു വലിയ മാറ്റം, ആ ഒരു ദുരന്തത്തിൽ നിന്ന് തന്നെ കുറെ കുട്ടികളെ അവിടുന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞത് ഈ ഗേറ്റിൽ നിന്ന് നിങ്ങളെയെല്ലാം നിങ്ങൾ പോയിട്ട് അത് കേൾക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളെ തിരിച്ചയക്കുന്നതിന്റെ ഇന്റൻഷൻ ഇതുപോലെ ധാരാളം അനുഭവങ്ങളാണ്. അതിൽപ്പെട്ട ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. അപ്പോ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ് സഫലമായി. ഒരു കുട്ടിയെയല്ല, ഖുറാന്റെ പ്രയോഗമാണത്. അതാണ് ഗേറ്റിൽ നിൽക്കണോന്റെ, അതാണ് ക്യാമ്പസ് താവക്ക് ഇറങ്ങുന്നവന്റെ, അതാണ് ലഘുലേഖയും കൊണ്ട് 1,17,00,000 വീട്ടിലേക്ക് പോകുന്നവന്റെ മനസ്സ് മന്ത്രിക്കുന്നത്. നിങ്ങൾ ഒരാൾക്ക് ജീവൻ കൊടുത്താൽ, ജീവിതം കൊടുത്താൽ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിക്കുന്നത് പോലെയാണ് എന്ന ഓർമ്മയാണ്. ഞാൻ ഒന്നും കൂടി പറയുകയാണെങ്കിൽ, തിരിച്ചറിവുകളാണ് സുഹൃത്തുക്കളെ പ്രൊഫ്കോൺ കൊടുക്കുന്നത്, MS കൊടുക്കുന്നത്. ബാപ്പ തിയേറ്ററിലേക്ക് പോകാൻ ഒരുങ്ങാണ്. റൂമിലുള്ള എല്ലാവരെയും പുറത്താക്കിയ ഒരു MS-കാരൻ. എന്നിട്ട് കയറിയിട്ട് ഉപ്പനോട് പറഞ്ഞു, ഉപ്പ രോഗമൊക്കെ മാറി നിങ്ങൾ തിരിച്ചു വരും, ഒരു പ്രശ്നമല്ല. ഇനി നിങ്ങൾക്ക് മയക്കു തന്നാൽ ഒരുപക്ഷെ ആ മയക്കിൽ നിന്ന് വരാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ എന്റെ ഉപ്പന്റെ നിശ്ചലമായ മേനി ആംബുലൻസിലേക്ക് കയറ്റാനായിരിക്കും വിധി. ഇത് അവസാനത്തെ കാഴ്ചയായിരിക്കും. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വല്ലതും ഉണ്ടെങ്കിൽ ഉപ്പ പുറത്തു തരണം. തീർന്നില്ല, ഉപ്പ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. ഇത് മരണാണെങ്കിൽ അവസാനിക്കുമല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞെന്തരോ, ഈ വാചകം ആരാണ് പറയിപ്പിച്ചു കൊടുത്തത്? 50 ഓപ്പറേഷനുകൾ ആ തിയേറ്ററിലാണ് നടക്കുന്നുണ്ട്. ഈ ഒരു വാചകം പറയുന്ന ഒരു മകനെ അദ്ദേഹത്തിന് കൊടുത്തത് ആരാരോ? MSM ആണ്. അതുകൊണ്ട് ഇത്തരം ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചറിവാണ് നമുക്ക് കിട്ടുക. മറ്റൊന്ന്, തിന്മകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഈ വിഷയത്തിലും പറയാവുന്ന അനുഭവങ്ങളുടെ വീഡിയോസ് എന്റെ അടുത്തുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്താ പറയുക, ഇതൊരു പ്രൊട്ടക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തമായ പ്രൊട്ടക്ഷൻ. ഓർമ്മപ്പെടുത്താൻ ആള്, എന്താടാ നിന്നെ പള്ളിയിൽ കാണാത്തതെന്ന് ചോദിക്കാൻ ആള്, എന്താ നിന്റെ വസ്ത്രം എങ്ങനെയെന്ന് ചോദിക്കാൻ ആള്, എന്തേ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കാൻ ആള്, വാടിയ മുഖം കാണുമ്പോൾ എന്തേന്ന് ചോദിക്കാൻ ആള്. ഇങ്ങനത്തെ ഒരു വല്ലാത്ത സംരക്ഷണമാണ് സുഹൃത്തുക്കളെ ഇത്. 4-മത്തത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളെ ലഭിക്കും എന്നുള്ളതാണ്. പ്രാർത്ഥിക്കാൻ ആളെ ലഭിച്ച ആ സുഹൃത്തിനെ ഞാനൊന്ന് കൊണ്ടുവരട്ടെ, അദ്ദേഹം അതൊന്ന് പറയട്ടെ. ഒരു രോഗം ബാധിച്ചതിന്റെ ഒരു അനുഭവം അദ്ദേഹം പറയട്ടെ. ഡിലേ വരുമെങ്കിൽ വേണ്ട. ഞാൻ ഡോക്ടറെ പോയി കാണുകയും ചെയ്തപ്പോഴാണ് എൻ്റെ ശരീരത്തിലും ക്യാൻസറിന്റെ ഭാഗം കടന്നു വന്നിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ MSMലെ പ്രവർത്തനം മൂലം അന്ന് കേരളം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് ഇന്ന് ഈ രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത്. അതൊരു നന്ദിവാചകമാണ്. ഇനി അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സാഫിയത്തും കൊടുക്കട്ടെ. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ അതിൽ ഏതെങ്കിലും നിലക്കുള്ള അപാകതകളുണ്ടോ ഇല്ലേ എന്ന് 100 വട്ടം ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇത് നമുക്ക് പാഠമാണ്, അല്ലെ? അദ്ദേഹത്തിന്റെ വൻകുടലിനെ ക്യാൻസർ ബാധിച്ചപ്പോൾ അതിനുവേണ്ടി കരയാൻ വാപ്പയും ഉമ്മയും മാത്രമല്ല ഉണ്ടായത്. ഒരു പ്രോഫ്കോണിലെ 1000 അദ്ദേഹത്തിന് വേണ്ടി ആമീൻ പറഞ്ഞു. അടുത്തൊരു പ്രോഫ്കോണിന്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് അദ്ദേഹം പറയണേ, എനിക്ക് വേണ്ടി 1000 നടത്തിയ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു, അല്ലെ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ടി പ്രാർത്ഥനകൾ ലഭിക്കൂ. ഈ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം ജനാസക്ക് മുന്നിൽ നിറക്കണ്ണുകളുടെ കുറെ ആളുകൾ എത്തും. ലോകത്ത് കോടികൾ കിട്ടിയാലും ആവശ്യമില്ലാത്ത സന്ദർഭമാണത്. ഇനിയും ഒരുപാട് ദൂരത്തേക്ക് ഞാൻ പോകേണ്ടതില്ല. സുഹൃത്ത് അത്തീഫ്, അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു. ഒരുപക്ഷെ അത്തീഫ് ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പറയുന്ന വാചകത്തിന്റെ കൂടെ മനസ്സിൽ ഈ സ്ക്രീനിൽ കാണുന്നതിലേറെ തെളിച്ചത്തിൽ എന്റെ സഹപ്രവർത്തകർ കാണുന്ന കുറെ ചിത്രങ്ങൾ ഉണ്ടാകും. പരപ്പനങ്ങാടി സ്വദേശിയായ എന്റെ സഹോദരന്റെ ജനാസക്ക് പിന്നിൽ നിന്നപ്പോൾ ഒരുപക്ഷെ 3 ഘട്ടങ്ങളിൽ ആ കിടക്കുന്നത് ഞാനാണെങ്കിൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. 1, സുഹൃത്ത് ജാബിർ കായക്കൊടിയുടെ ജനാസയുടെ സന്ദർഭം. 2, എന്റെ സുഹൃത്ത് തസ്ലീമിന്റെ ജനാസയുടെ സന്ദർഭം. 3, എന്റെ സഹോദരൻ അത്തീഫിന്റെ മരണത്തിന്റെ സന്ദർഭം. ഏങ്ങലടിച്ച് കരയുന്നു.
അവനെ അറിയാത്തവർ അറിയുന്നവരൊക്കെ അവരുടെ ജോലി അനുബന്ധങ്ങളൊക്കെ ഒഴിവാക്കി വരുന്നു. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മനസ്സിലാക്കുക, പരപ്പനങ്ങാടിയിലെ പൊതുനിരത്തിൽ മറിഞ്ഞു വീണ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ കേരളത്തിന്റെ ലോകത്തിന്റെ വികാരമായി എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു ഉത്തരമുണ്ട്. ഈ ദാവാ കൂട്ടായ്മയിൽ ആ കുട്ടി ചെയ്ത കൊച്ചു സേവനങ്ങളാണ്. ആ സേവനങ്ങൾക്കുള്ള ഗിഫ്റ്റ് അവൻ യാത്ര പറയുമ്പോൾ ആകാശത്തേക്ക് ആചാരവെടി മുഴക്കിയിട്ടോ അതല്ലെങ്കിൽ പുഷ്പചക്രങ്ങൾ അവന്റെ അരികിൽ കൊണ്ടുപോയി വെച്ചിട്ടോ അവന്റെ ചിത്രത്തിന്റെ അരികിൽ പോയി കൈകൂപ്പിയിട്ടോ അല്ല, അതുമല്ലെങ്കിൽ അവനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞ് സെന്റിമെന്റലായ കമന്റ്സ് പറഞ്ഞ് തിരിച്ചു പോന്നിട്ടോ അല്ല. ഹൃദയം ഒരു നിമിഷം നിശ്ചലമാക്കി അള്ളാഹുവിന്റെ മുന്നിൽ പടച്ചോനെ, ഈ കിടക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകന് നീ ഖബർ വിശാലമാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാഥ, ഞങ്ങളുടെ സഹോദരൻ അത്തീഫ് അബ്ദുറഹ്മാൻ, നീ അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കണേ. അദ്ദേഹത്തിന്റെ കുടുംബിനിക്ക് നാഥ, അവർക്ക് നീ കൂടുതൽ കരുത്തോടു കൂടി 70 ദിവസം മാത്രം പ്രായമുള്ള അദ്ദേഹത്തിന്റെ മകനെ ദീനീ രംഗത്ത് ഏറ്റവും ശക്തനായ ഒരാളാക്കി വളർത്താനുള്ള അവസ്ഥയും സാഹചര്യവും നീ ഒരുക്കണേ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, മരണത്തിന് ഡേറ്റും തീയതിയും നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ സുഹൃത്ത് അത്തീഫ് ഒരുപക്ഷെ വിവാഹിതനാകില്ലായിരുന്നു. രാവിലെ 3:30 മണിക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഐസിയുവിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രിയതമ ഇറങ്ങി വരുന്നത് കണ്ടു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സംസാരം അവർ കേൾക്കാനുള്ള ഇടവരികയാണെങ്കിൽ ഞാൻ ആ സഹോദരിയോട് ക്ഷമ ചോദിക്കണം. ഇതിനങ്ങനെ തന്നെ പറയണത് ഈ സദസ്സ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ്. അവര് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കറുത്ത പർദ്ദയുടെ വിശുദ്ധിയിൽ 62 ദിവസത്തിന്റെ പ്രായം മാത്രമുള്ള അമൻ എന്ന കുഞ്ഞിനെ കൈത്തണ്ടയിലിട്ട് അവരിറങ്ങി വരുന്ന രംഗം മായാ ചിത്രങ്ങളിൽ ഉണ്ടാകും. ഞാൻ ഓർത്തത്, അവിടെ ഞാനാണെങ്കിൽ, എന്റെ പെണ്ണാണെങ്കിൽ, കൈത്തണ്ടയിലെ എന്റെ കുഞ്ഞാണെങ്കിൽ എന്നായിരുന്നു. അതുകൊണ്ട് ആ സഹോദരിക്ക് വേണ്ടി, കുഞ്ഞിനു വേണ്ടി ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. മനസ്സിലിപ്പോഴുള്ളത് അരീക്കോട്ടെ ഓഡിറ്റോറിയത്തിൽ അവന്റെയും അവന്റെ ഫാദറിലെന്റെയും കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ മകൾ ഇന്നവളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിന് കാർമ്മികത്വം വഹിച്ച നിമിഷങ്ങളാണ്. പിന്നെ കുഞ്ഞുണ്ടായപ്പോ 5 പേര് മെസ്സേജ് അയച്ച് അതിലെ ഏതു പേര് തെരഞ്ഞെടുക്കണമെന്ന് ചർച്ച ചെയ്യുന്ന, അതാ ഞാൻ പറഞ്ഞത്, MSM എന്ന ബന്ധം വേറെ സംഘടനാ ബന്ധം പോലെയല്ല, ഔദ്യോഗികമായൊരു ബന്ധമല്ല. ജീവിതത്തിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും. അപ്പോൾ അമൻ എന്ന പേരിന് നമ്മൾ ടിക്കിട്ടു. പിന്നെ അമൻ എന്ന പേര് ലോകം വിളിച്ചു. അത് 62-ാം ദിവസം അനാഥനാകുന്ന ഒരു കുഞ്ഞായിരിക്കുമെന്ന് പേരിട്ടപ്പോഴോ വിവാഹം കഴിഞ്ഞപ്പോഴോ ആരും ഓർത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥന വേണോ? വെളുത്ത തുണിയുടെ താഴെ കിടക്കുമ്പോൾ ലഭിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, ലോകത്തെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന. 40 ആളുകൾ അങ്ങനെ ജനാസ നിസ്കരിച്ചാൽ, തൗഹീദുള്ള 40 ആളുകൾ ജനാസ നിസ്കരിച്ചാൽ സുഹൃത്തുക്കളെ ജീവിതം സാർത്ഥകമായി അവസാനിപ്പിക്കുന്നു. 4-5 മിനിറ്റ് ഞാൻ ഏറെ എടുത്തു എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഇത് അവസാനിക്കുമ്പോൾ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ദൗത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു എംബ്ലം കാണാം. അതിന്റെ എംബ്ലം പ്രൊഫൈൽ ചിത്രമായി ചേർത്തത് കൊണ്ടോ വിസ്ഡത്തിന്റെ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് കൊണ്ടോ ദൗത്യം തീരുന്നില്ല. ലൈക്കും ഷെയറിങ്ങും പ്രൊമോട്ടിങ്ങും ഫോളോ അപ്പും മാത്രമല്ല ദഅവത്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഉഹദിന്റെ രണഭൂമിയിലും ഖന്തക്കിന്റെ രണഭൂമിയിലും ഐൻ ജാലൂത്തുകളുടെ പടപ്പാട്ടുകൾ ഉയർന്ന നേരങ്ങളിലും ശരീരത്തിൽ വെട്ടേറ്റ് സ്വഹാബത്ത് സംരക്ഷിച്ച മഹാദൗത്യത്തെ പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് നോ പറഞ്ഞ് മനുഷ്യരുടെ തലയിൽ ഇത് ജ്വലിപ്പിക്കുന്ന ഈ ജിഹാദ് ഫജാഹിദു ബിഹി ജിഹാദൻ കബീറ, ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ശക്തമായ ജിഹാദ് നടത്തുക എന്ന ജിഹാദിന് MSMന് നിങ്ങൾ ആവശ്യമുണ്ട്. ആ തത്വത്തിൽ നിങ്ങൾ പങ്കുചേരുക. നിങ്ങളുടെ നാട്ടിലെ വിസ്ഡം സ്കൂളിൽ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ നാട്ടിലെ QHLSലേക്ക് നിങ്ങളുടെ രക്ഷിതാക്കളെ എത്തിക്കുക. നാട്ടിലുണ്ടാകുമ്പോഴൊക്കെ നിങ്ങളെത്തുക. നിങ്ങളുടെ ക്യാമ്പസിൽ പ്രദേശങ്ങളിൽ CR തുടങ്ങുക. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നമസ്കാരം കൃത്യമായി പാലിക്കുക. ഖുർആൻ പാരായണം തുടങ്ങുക. അതൊക്കെ തന്നെയാണ് ഈ ട്രെയിൻ അതിന്റെ ട്രാക്കിലോടാൻ, ലൈഫാകുന്ന ഈ ട്രെയിൻ അതിന്റെ ട്രാക്കിലോടാനുള്ള വഴി. അവസാനിപ്പിക്കുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ പറയുന്നു, ഈ യാത്ര ആരംഭിച്ചത് അണ്ടവാഹിനി കുഴലിലെ ഇന്ദ്രിയ തുള്ളിയായിട്ടാണ്. സച്ചിൻ ടെണ്ടുൽക്കറും നരേന്ദ്രമോദിയും ഒബാമയും കേജ്രിവാളും ഇന്ത്യയിലെ തെരുവിൽ നിയോൺ ബൾബുകൾ കെടുന്ന തെരുവിൽ അതിന്റെ താഴെ ചാക്കിട്ടുറങ്ങുന്ന പാവപ്പെട്ട തമിഴ് പെൺകുട്ടിയുമൊക്കെ അണ്ടവാഹിനി കുഴലിലെ ഇന്ദ്രിയ തുള്ളിയായി യാത്രയാരംഭിച്ചതാണ് എന്ന സത്യം മറക്കാതെ നമ്മൾ ഈ യാത്രക്ക്, ഇതിന്റെ ഫോളോ പ്രവർത്തനങ്ങൾക്ക് ഓരോരുത്തരും തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.